Hello everyone, welcome to Brilliant EduTech, the best solution ever. എൻ്റെ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിൽ 1ഉം 2ഉം റാങ്കുകളിലായിട്ട് നമ്മുടെ സ്റ്റുഡൻസും ഉണ്ട്. ആതിര, അൽഫിയ രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. കൂടാതെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 കഴിഞ്ഞ വർഷം നടന്ന ഒരു എക്സാം ആണ്. അതിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഇനിയും എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യാത്ത സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഇൻഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അക്ഷയ്, ദിവ്യ, ഫാത്തിമ, പ്രപഞ്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട്സ്. ഇനിയും പല ഡിസ്ട്രിക്റ്റിൻ്റെയും വരാനുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് വരുമ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാടധികം സന്തോഷമുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് കാണുമ്പോൾ. അതുപോലെ ഇപ്പോൾ അടുത്താണ് അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിസൾട്ട്സ് വന്നത്, റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ അതിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടെന്നതിൽ ഒരുപാടധികം സന്തോഷം. അപ്പോൾ അവരുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ക്രാഷ് കോഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 26-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എഫിഷ്യൻ്റ് ട്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കറിയാം 50ഓളം ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. ഒരു 50ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടായിരിക്കും. പല ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, കെമിസ്ട്രി എന്നിങ്ങനെ 3ഓളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ പല ഡിഫറെൻറ്റ് മൊഡ്യൂൾസും നമുക്ക് വരുന്നുണ്ട്. 10ഓളം മൊഡ്യൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു എക്സാം സിലബസ് ആണ് നമുക്ക് സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് 50ഓളം ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. MCQ PDFകൾ ഉണ്ടായിരിക്കും. അതുപോലെ സ്റ്റഡി ആൻഡ് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്നാണോ നമ്മുടെ എക്സാം അന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സെൽഫ് അനാലിസിസിനായിട്ട് നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് മൊഡ്യൂൾ വൈസ് റിവിഷൻ ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ടോപ്പിക് ബേസ്ഡ് ക്വിസുകളും. അപ്പോൾ 10 മൊഡ്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ 10 റിവിഷൻ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡി സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. 9952645996 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒപ്പം തന്നെ ഗ്രൂപ്പിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്. റെക്കോർഡഡ് സെക്ഷൻസ് ആണ്. എഗെയിൻ വാച്ച് ചെയ്യാം. ക്വിസുകളാണെങ്കിലും റിവിഷൻ ടെസ്റ്റുകളായാലും നിങ്ങൾക്ക് എഗെയിൻ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി MCQ PDF വേണ്ടവർക്ക് അത് വായിച്ച് പഠിക്കാനായിട്ട് PDF നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നോട്ട്സ് പ്രിന്റബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. സാനിറ്ററി കെമിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാണ്. നമ്മുടെ ആദ്യത്തെ വീക്ക് കംപ്ലീറ്റ് ചെയ്തു. അവർക്കുള്ള റിവിഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനിയും എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീക്ക്ലി നമ്മൾ റിവിഷൻ ടെസ്റ്റുകളും ഡെയിലി ബേസിസിൽ ക്വിസും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ 4-ാം തീയതി നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സിന് റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി പോർഷൻസ് ആണ് നമ്മൾ റിവിഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതിൽ റാങ്ക് ഹോൾഡേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് റാങ്കിൽ പ്രവീണ, അഖില എന്നിവർ. അതുപോലെ സെക്കൻഡ് റാങ്കിൽ കൃഷ്ണ തുളസി, നീതു, വിനീത, ഫാത്തിമ, ഐറിൻ, ഫമി, ആതിര എന്നിവർ. അതുപോലെ തേർഡ് റാങ്കിൽ നോക്കുകയാണെങ്കിൽ രാഖി, ശ്രീലക്ഷ്മി, സ്നേഹ, ഷെറിൻ എന്നിവരൊക്കെയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇനി ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട് റാങ്ക് ഈ ലിസ്റ്റിൽ വരാത്തവർ. അപ്പോൾ അവർ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേരായിരിക്കണം അടുത്ത പ്രാവശ്യം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ റിവിഷൻ ടെസ്റ്റും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീക്ക്നെസ് ഏതാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വൺസ് അഗൈൻ എല്ലാവർക്കും വലിയൊരു കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. ഓരോ റിവിഷൻ ടെസ്റ്റിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി. നിങ്ങളുടെ സ്കോർസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ സാനിറ്ററി കെമിസ്റ്റ് എന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോ കെമിസ്ട്രിയിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ
ബയോകെമിസ്ട്രിയിലെ പ്രോട്ടീൻസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ് നമുക്ക് എടുത്തു തരുന്നത് ഐഷ മാം ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കമൻസിലൂടെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ ഈ കാണുന്ന 1.5 മണിക്കൂറിൻ്റെയൊക്കെ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കാണുമ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സപ്പ് ചാനലും കണക്റ്റഡ് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സയൻസ് ബേസ്ഡ് PSC എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ അറിഞ്ഞ് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ റാങ്കുകളിലായിരിക്കാനും ജോലി കരസ്ഥമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി സാനിറ്ററി കെമിസ്റ്റിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഒരുപാടധികം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്രോട്ടീൻസിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമെന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്. പ്രോട്ടീൻസിനകത്തുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സെൽസിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകം കൊടുക്കുന്നത് ആരാണ്? അത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് എന്തറിയപ്പെടുന്നു? ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നു. പ്രോട്ടീൻ എന്ന പേര് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ബർസേലിയസ് ആണ്. ഫസ്റ്റ് അമിനോ ആസിഡ് സിന്തസൈസ്ഡ് ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ് ഈസ് മെഥിയോനൈൻ. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ആഹാരപദാർത്ഥം ഏതാണ്? അത് സോയാബീൻ ആണ്. സോയാബീൻ ഈസ് ഓൾസോ നോൺ ആസ് ഹോൾസം ഫുഡ്. കൂടുതൽ പ്രോട്ടീനുള്ള സ്പൈസ് ഏതാണ്? അത് ഉലുവയാണ്. പ്രോട്ടീൻ ഉൽപ്പാദനം നടക്കുന്ന കോശത്തിലെ പ്രധാന ഭാഗം ഏതാണ്? അത് റൈബോസോമാണ്. പ്രോട്ടീൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന ഡിസീസ് ഏതൊക്കെയാണ്? മെരാസ്മസ്, കോശിയൊക്കെയാണ് എന്ത്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസസ്. മസിൽസിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? അത് മയോസിൻ ആണ്. നഖം, മുടി തുടങ്ങിയവയിൽ കാണുന്നതോ? അത് കെരാറ്റിൻ ആണ്. കോഴിമുട്ടയിലുള്ള ഏതാണ്? കോഴിമുട്ടയിൽ വെള്ളയിൽ കാണുന്ന ഏതാണ്? അത് ആൽബുമിൻ ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? കെസീൻ ആണ്. ഇനി നമ്മുടെ മസിൽസിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. രണ്ട് ബോണുകൾ തമ്മിലാണെങ്കിൽ ലിഗമെൻ്റ് എന്നും മസിൽ ടു ബോൺ ആണെങ്കിൽ ടെൻഡൻ എന്നും പറയും. ടെൻഡനിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? അത് കൊളാജൻ ആണ്. പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ്സിനെ പരസ്പരം ബന്ധിക്കുന്ന ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. ഓക്കെ, ഇനി എന്താണ് പ്രോട്ടീൻ ടെസ്റ്റ്? സാന്തോപ്രോട്ടിക് ടെസ്റ്റാണ് പ്രോട്ടീൻ ടെസ്റ്റ്. പ്രോട്ടീൻ ലായനിയിൽ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്താവും? യെല്ലോ കളറായിട്ട് മാറുന്നതാണ്. ഓക്കെ, ഇനി 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ 4 കലോറി തരുന്നുണ്ട്. 1 ഗ്രാം പ്രോട്ടീൻ ആണെങ്കിലും 4 കലോറിയാണ് അപ്രോക്സിമേറ്റ്ലി. 1 ഗ്രാം ഫാറ്റ് ആണെങ്കിൽ 9 കലോറി വരുന്നുണ്ട്. പ്രോട്ടീൻസ് ആർ ദി മോസ്റ്റ് കോംപ്ലക്സ് ആൻഡ് മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ബയോളജിക്കൽ കോമ്പൗണ്ട്സ്. ഇപ്പോൾ ഒരാളുടെ വെയിറ്റ് 70 കിലോ ആണെങ്കിൽ അതിൽ എത്ര പ്രോട്ടീൻ കാണും? 10 കിലോയും പ്രോട്ടീൻ ആയിരിക്കും. ഓക്കെ, ഈ 70 കിലോയുടെ പകുതി വെയിറ്റ് വരുന്നത് വെള്ളമായിരിക്കും. ഓക്കെ, അതായത് 50 kg വരുന്നത് വാട്ടർ ആയിരിക്കും. മെനി ആൻഡ് വേരിയസ് കെമിക്കൽസ് മേക്കപ്പ് 20 kg. അതിൽ പകുതിയും ഏതായിരിക്കും? പ്രോട്ടീൻ ആയിരിക്കും. പ്രോട്ടീൻസ് ആർ ലാർജ് മോളിക്യൂൾസ് ആണ്. ദേ ആർ മേഡ് അപ്പ് ഓഫ് ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? അത് അമിനോ ആസിഡ് ആണ്. ആർ ഫൗണ്ട് ഇൻ എവറി സെൽ ഇൻ ബോഡി. ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഏതാണ്? പ്രോട്ടീൻ ആണ്. ആർ ഇൻവോൾവ് ഇൻ മോസ്റ്റ് ഓഫ് ദി ബോഡീസ് ഫങ്ഷൻസ് ആൻഡ് ലൈഫ് processes. The sequence of amino acid is determined by DNA. Biological role of proteins. Structure example collagen found in bone, cartilage and tendon. അപ്പോൾ എന്താണ് ടെൻഡൻ? മസിലിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ടെൻഡൻ എന്ന് പറയുന്നത്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ ബിറ്റ്വീൻ മസിൽ ടു ബോൺ. ബോൺ ടു ബോൺ ആണെങ്കിൽ നമ്മൾ ലിഗമെൻ്റ് എന്ന് പറയും. ഇനി കെരാറ്റിൻ, ഹെയറിൽ കാണുന്ന കെരാറ്റിൻ. പിന്നെ എന്താണ്? ആക്റ്റിൻ, മയോസിനൊക്കെ മസിൽസിൽ കാണുന്നത്. ഇനി എൻസൈം എടുക്കുകയാണെങ്കിൽ എൻസൈം എക്സാമ്പിൾ ഏതൊക്കെയാണ്? അമിലൈസ് ഉണ്ട്,
പെപ്സിൻ ഉണ്ട്, കാറ്റലൈസ് ഉണ്ട്, എക്സെട്ര. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട്? മോർ ദാൻ 10,000 അതേഴ്സും എന്തിന് എക്സാമ്പിളാണ്? എൻസൈമിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മുടെ ഡൈജഷൻ എടുക്കുകയാണെങ്കിൽ, പ്രോട്ടീൻ ഡൈജഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഡൈജഷൻ തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ചാണ് എന്ത് പ്രോട്ടീൻ ഡൈജഷൻ തുടങ്ങുന്നത്. അപ്പോൾ എന്താണ്? ഇനാക്റ്റീവായിട്ടുള്ള പെപ്സിനോജനെ HCl സ്റ്റൊമക്കിൽ വെച്ച് pH 1.8 എന്താക്കി മാറ്റുന്നു? പെപ്സിനാക്കി മാറ്റുന്നു. അപ്പോൾ എന്താണ്? HCl ഓഫ് pH 1.8 കൺവേർട്ട്സ് പെപ്സിനോജൻ ടു പെപ്സിൻ അല്ലേ? HCl ആണെന്ത്? ഒരു ഒപ്റ്റിമൽ ഒരു ആസിഡിക് ഒരു pH കൊണ്ടുവരുന്നത് ആർക്ക് വേണ്ടിയിട്ട്? പെപ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്താണ്? ഈ പ്രോട്ടീനിനെയൊക്കെ ഈ പെപ്സിനാണ് എന്താക്കി മാറ്റുന്നത്? പ്രോട്ടീസ് ആൻഡ് പെപ്റ്റോൺ ആക്കി മാറ്റുന്നത്. ഈ പെപ്റ്റോണിനെ നമ്മൾ പെപ്റ്റൈഡ് എന്നും വിളിക്കും. അപ്പോൾ എന്താണ്? പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ടു പ്രോട്ടീസ് ആൻഡ് പെപ്റ്റോൺ ഓർ പെപ്റ്റൈഡ് ഇൻ പ്രസൻസ് ഓഫ് ദി എൻസൈം പെപ്സിൻ. ഓക്കെ, ഇനി ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? പ്രോട്ടീൻ പ്രോട്ടീസും പെപ്റ്റോണുമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് പാൻക്രിയാറ്റിക് എൻസൈംസും വരും, നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ എൻസൈംസും വരും. ഓക്കെ, ഇനി എന്താണ് പാൻക്രിയാറ്റിക് എൻസൈം? നമ്മൾ എന്ത് വിളിക്കും? പ്രോട്ടിയോളിറ്റിക് എൻസൈം എന്ന് വിളിക്കും. ഓക്കെ, അതാരൊക്കെയാണ്? ട്രിപ്സിനുണ്ട്, കൈമോട്രിപ്സിനുണ്ട്, കാർബോക്സി പെപ്റ്റിഡൈസ് ഉണ്ട്. അപ്പോൾ എന്താണ്? ഈ പ്രോട്ടീനെയും പെപ്റ്റോണിനെയും പ്രോട്ടീസിനെയൊക്കെ ട്രിപ്സിനും കൈമോട്രിപ്സിനും കാർബോക്സി പെപ്റ്റിഡൈസും ആക്കി എന്താക്കി മാറ്റുന്നുണ്ട്? ഡൈപെപ്റ്റിഡൈഡ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായി? ഡൈപെപ്റ്റിഡായിട്ട് നിൽക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ് വന്നിട്ട് ഡൈപെപ്റ്റിഡൈഡിനെ എന്താക്കി മാറ്റുന്നു? അമിനോ ആസിഡാക്കി മാറ്റുന്നു. അമിനോ ആസിഡ് എന്താണ്? നമ്മൾ സിമ്പിളായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സിംപ്ലസ്റ്റ് യൂണിറ്റാണ് എന്ത്? പ്രോട്ടീൻ്റെ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഡൈപെപ്റ്റൈഡ് ഈസ് കൺവേർട്ടഡ് ടു അമിനോ ആസിഡ്സ്. ഏത് എൻസൈമാണ്? ഡൈപെപ്റ്റിഡൈസ്. ഓക്കെ, അങ്ങനെ എന്തായിട്ട് മാറുന്നുണ്ട്? സിംപ്ലസ്റ്റ് ഫോമായിട്ടുള്ള അമിനോ ആസിഡായിട്ട് മാറുന്നുണ്ട്. ഇനി ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ എന്താണ്? ഹീമോഗ്ലോബിൻ എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ RBCയിൽ കാണുന്ന ആളാണ് എന്ത്? ഹീമോഗ്ലോബിൻ. ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ആളാണ് ഹീമോഗ്ലോബിൻ. ഹീം മീൻസ് അയൺ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ഹീമോഗ്ലോബിൻ 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജനാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി പമ്പ്സ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാഷ്യം അയണിക് പമ്പ് ഇൻ സെൽ മെംബ്രെയിനിൽ വരുന്ന ഏതാണ്? അതും പ്രോട്ടീനാണ്. ഇനി ഹോർമോൺ ഏതൊക്കെയാണ്? ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗൺ. ഓക്കെ, ഇൻസുലിൻ എന്തിനാണ്? ഷുഗർ കുറയ്ക്കാനും ഗ്ലൂക്കോഗൺ കൂട്ടാനും. ഇനി മോട്ടറായിട്ട് വരുന്ന ഏതൊക്കെയാണ്? മയോസിനുണ്ട്, മസിലിൽ, കിനേസിനുണ്ട്, സീലിയയിൽ. ഓക്കെ, സീലിയ എന്തിനുള്ളതാണ്? മൂവ്മെൻറ്റിന് ഉള്ളതാണ്. ഇനി റിസപ്റ്റേഴ്സിന് എക്സാമ്പിൾ ഏതാണ്? റോഡോപ്സിൻ. അതെന്താണ്? റെറ്റിനയിൽ ലൈറ്റ് റിസപ്റ്ററാണ് എന്ത്? റോഡോപ്സിൻ എന്ന് പറയുന്നത്. ഇനി ആൻറ്റിബോഡി ആയിട്ട് വരുന്നുണ്ട് എക്സാമ്പിൾ ഏതാണ്? ഇമ്മ്യൂണോ ഗ്ലോബുലിൻ. ഓക്കെ, നമ്മൾ IgA എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ബ്ലഡ് ക്ലോട്ടിൻ സഹായിക്കുന്ന ഏതൊക്കെയാണ് പ്രോട്ടീനാണ്? ത്രോംബിൻ, ഫൈബ്രിൻ, എക്സെട്ര. ഇനി സ്റ്റോറേജ് ഏതാണ് എക്സാമ്പിൾ? ഫെർട്ടിനാണ് എക്സാമ്പിൾ. നമ്മുടെ ലിവറിനകത്ത് അയൺ സ്റ്റോറേജിന് സഹായിക്കുന്നതാണ് എന്ത്? ഏത് പ്രോട്ടീനാണ്? ഫെർട്ടിൻ. പ്രോട്ടീൻസ് ആർ മെയ്ഡപ്പ് ഓഫ് ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സിൻ്റെ ചെയിൻ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ ആർ ക്ലാസിഫൈഡ് ബൈ നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് ഇൻ എ ചെയിൻ. പെപ്റ്റൈഡ് എന്ന് പറയുന്നത് 50 അമിനോ ആസിഡിനേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ പെപ്റ്റൈഡ്സ് എന്ന് പറയും. ഫ്യൂവർ ദാൻ 50 അമിനോ ആസിഡാണ് എന്ത്? പെപ്റ്റൈഡ്. ഡൈപെപ്റ്റൈഡ് എന്ന് പറയുകയാണെങ്കിൽ 2 അമിനോ ആസിഡ്. ട്രൈപെപ്റ്റൈഡ് ആണെങ്കിൽ 3 അമിനോ ആസിഡ്. ടെട്രാ പെപ്റ്റൈഡ് ആണെങ്കിൽ 4 അമിനോ ആസിഡ്. ഒളിഗോ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് 10 അമിനോ ആസിഡിനേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒളിഗോ പെപ്റ്റൈഡ് എന്ന് പറയും. ഇനി പോളിപെപ്റ്റൈഡ് ആണെങ്കിൽ മോർ ദാൻ 10 അമിനോ ആസിഡ് ആണ്. അപ്പോൾ ഡൈ ആണെങ്കിൽ 2, ട്രൈ 3, ടെട്രാ 4, ഒളിഗോ മീൻസ് ലെസ് ദാൻ 10, പോളി മീൻസ് ഗ്രേറ്റർ ദാൻ 10. ഇനി എന്താണ് പ്രോട്ടീൻസ്? പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മോർ ദാൻ 50 അമിനോ ആസിഡ് ആണ്. അപ്പോൾ 50 അമിനോ ആസിഡിനേക്കാളും താഴെയാണെങ്കിൽ പെപ്റ്റൈഡ് എന്നും 50 അമിനോ ആസിഡിനേക്കാളും മുകളിലാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻസ് എന്നും പറയും. Typically 100 to 10,000 amino acid linked together in proteins. Chains are synthesis based on specifically bodily DNA. അമിനോ ആസിഡ് എന്തുകൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണ് ബേസിക് എലമെൻറ്റ്സ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. അടുത്ത് നമുക്ക് ജനറൽ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് മോളിക്യൂൾ നോക്കാം.
അപ്പോൾ ഈ കാർബൺ എന്ന് പറയുന്ന ആളാണ് സെൻറ്ററിൽ. കാർബൺ എന്ന് പറയുന്ന ആൾ 4 ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കാരണം എന്താണ്? കാർബണിൻ്റെ വാലൻസി 4 ആണ്. ഇവിടെ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് വിളിക്കും? കാർബൺ ഈസ് നോൺ ആസ് ആൽഫ carbon. A central carbon atom called alpha carbon with 4 different chemical groups are attached to it. ആരൊക്കെ ഉണ്ട്? ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, അതെന്താണ്? ഒരു ബേസിക് ഗ്രൂപ്പാണ്. പിന്നെ ഒരു കാർബോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതൊരു അസിഡിക് ഗ്രൂപ്പാണ്. പിന്നെ ഒരു വേരിയബിൾ ആർ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇവിടെ എന്താണ്? സൈഡ് ചെയിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്? ബേസിക് ആയിട്ടുള്ള അമിനോ ഗ്രൂപ്പ് ഉണ്ട്, അസിഡിക് ആയിട്ടുള്ള കാർബോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്, പിന്നെ ഒരു വേരിയബിൾ ആർ ഗ്രൂപ്പും വരുന്നുണ്ട്. സൈഡിൽ നമുക്ക് ഒരു 3D ഇമേജ് തന്നിട്ടുണ്ട്, അനാട്ടമി ഓഫ് ആൻ അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡിന് താരൊക്കെ ഉണ്ട്? ഒരു ആർ ഗ്രൂപ്പ് മുകളിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു കാർബോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ഹൈഡ്രജനും വരുന്നുണ്ട്. അപ്പോൾ സി ആരൊക്കെയുണ്ട്? COOH, സി ഡബിൾ ബോണ്ട് OH. അപ്പോൾ എന്താണ്? കാർബോക്സൈലാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു അസിഡിക് ഗ്രൂപ്പാണ്. പിന്നെ എന്തുണ്ട്? ഒരു ആർ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു H ഉണ്ട്, ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്? NH2 എന്താണ്? അമിനോ ആണ്. അപ്പോൾ എന്താണ്? അതൊരു ബേസിക് ആണ്. അപ്പോൾ എന്തുണ്ട്? ബേസിക് ആയിട്ടുള്ള അമിനോ ഗ്രൂപ്പും ഉണ്ട്, അസിഡിക് ആയിട്ടുള്ള കാർബോക്സൈൽ ഗ്രൂപ്പും ഉണ്ട്, പിന്നെ ഒരു ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. പോരാത്തതിന് ആരുണ്ട്? ഒരു വേരിയബിളായിട്ട് വരുന്ന സൈഡ് ചെയിനും വരുന്നുണ്ട്. സൈഡ് ചെയിൻ എക്സാമ്പിൾ ആണ് ആർ എന്ന് പറയുമ്പോൾ CH3, CH2, CH3 അങ്ങനെ വരുന്നതാണ് എന്ത്? ആർ ഗ്രൂപ്പ്. ഓക്കെ, നമുക്കിനി 20 ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് ആരൊക്കെയെന്ന് നോക്കാം. അലനിൻ ഉണ്ട്, വെലൈൻ ഉണ്ട്, ലൂസിൻ, ഐസോലൂസിൻ, പ്രൊലൈൻ, മെഥിയോനൈൻ, ഫീനൈൽ അലനിൻ, ട്രിപ്റ്റോഫാൻ, ഗ്ലൈസിൻ, സെറൈൻ, ത്രിയോനൈൻ, സൈറ്റീൻ, അസ്പർജൈൻ, ഗ്ലൂട്ടമൈൻ, തൈറോസിൻ, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടമിക് ആസിഡ്, ലൈസിൻ, അർജിൻ, ഹിസ്റ്റഡിൻ. നമുക്കവരുടെ സിമ്പലും കൂടെ നോക്കാം. അലനിൻ A, വെലൈൻ V, ലൂസിൻ L, ഐസോലൂസിൻ I, പ്രൊലൈൻ P, മെഥിയോനൈൻ M, ഫീനൈൽ അലാനിൻ F, ട്രിപ്റ്റോഫാൻ ആണെങ്കിൽ W ആണ്, ഗ്ലൈസിൻ G, സെറൈൻ S, ത്രിയോനൈൻ T, സൈറ്റിൻ C, അസ്പർജൈൻ എന്താണ് വരുന്നത്? N ആണ് വരുന്നത്, ഗ്ലൂട്ടമൈൻ Q ആണ്. കാരണം എന്താണ്? ഗ്ലൈസിൻ G ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഗ്ലൂട്ടമൈൻ Q ആണ്, തൈറോസിൻ Y ആണ്. ഓക്കെ, അപ്പോൾ T എന്താണ്? ത്രിയോനൈൻ ആണ് T വരുന്നത്, ട്രിപ്റ്റോഫാൻ ആണെങ്കിൽ W ആണ്, തൈറോസിൻ ആണെങ്കിൽ Y ആണ്, അസ്പാർട്ടിക് ആസിഡ് D ആണ്. കാരണം അലനിന് ഓൾറെഡി A വന്നിട്ടുണ്ട്. ഗ്ലൂട്ടമിക് ആസിഡ് E ആണ്, ഗ്ലൂട്ടമൈൻ ആണെങ്കിൽ Q ആണ്, ഗ്ലൈസിൻ ആണെങ്കിൽ G ആണ്, ലൈസിൻ K ആണ്, ലൂസിൻ ആണെങ്കിൽ എന്താണ്? L ആണ്, അർജിനൈൻ R ആണ്. ഓക്കെ, അസ്പർജൈൻ ആണെങ്കിൽ N ആണ്, അസ്പാർട്ടിക് ആസിഡ് Dയും അലനിൻ Aയുമാണ്. ഇനി ഹിസ്റ്റഡിൻ H ആണ് വരുന്നത്. There are 20 different R groups. Okay, and therefore there are 20 different amino acids. നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടാണെന്ത്? 20 different amino acids. Since each R group is different, ഓരോ അമിനോ ആസിഡിൻ്റെ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആണ്. ചിലർ ഹൈഡ്രോഫോബിക് ആണ്, ചിലർ ഹൈഡ്രോഫിലിക് ആണ്. ഫോബിക് എന്താണ്? ഒരു ഡിസ്ലൈക്ക് ആണല്ലേ, ഒരു പേടിയാണ് പറയുന്നത്. ഫിലിക് എന്ന് വെച്ചാൽ ലൈക്കാണ്. ആൻഡ് സം ആർ അയണിക്. അപ്പോൾ ആരൊക്കെയാണ്? ചിലവർ ഹൈഡ്രോഫോബിക് ആണ്, ചിലവർ ഹൈഡ്രോഫിലിക് ആണ്, ചിലവർ അയണിക് ആണ്. ദി സൈഡ് ചെയിൻ ആർ interact with each other in a wide variety of ways. Thus in turn means that protein have a wide range of properties. പൊതുവെ എല്ലാ അമിനോ ആസിഡും പ്രൈമറി അമിനോ ഗ്രൂപ്പാണ് ഉള്ളത്. ഒരു എക്സെപ്ഷൻ കേസുള്ള ആർക്കാണ്? പ്രൊലൈൻ ആണ്. പ്രൊലൈൻ എന്താണ്? അമിനോ ആസിഡായിട്ട് വല്ല കൺസിഡർ ചെയ്യുന്നത്. അതൊരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇമ്യൂനോ ആസിഡ് എന്ന് പറയാറുണ്ട്. പൊതുവെ അമിനോ ഗ്രൂപ്പൊക്കെ അമിനോ ഗ്രൂപ്പുള്ളവർ എന്താണ്? പ്രൈമറി അമിനോ ഗ്രൂപ്പുള്ള എന്താണ്? അമിനോ ആസിഡാണ്. എക്സാമ്പിൾ നമുക്ക് അലനിൻ നോക്കാം. എന്താണ് ഫോർമുല? COOH H CH3N3H+. ഓക്കെ, അനന്തരം വരുന്നത്
പ്രൈമറി അമിനോ ഗ്രൂപ്പാണ് ഇതിൽ വരുന്നത്, പൊതുവെ എല്ലാ അമിനോ ആസിഡിലും വരുന്നത്. പക്ഷേ പ്രൊലൈനിൽ മാത്രം എന്താണ്, ഒരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്, CH COOH CH2 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 NH2+. ഓക്കെ, അപ്പോൾ എന്താണ്, അമിനോ ആസിഡിന് എല്ലാവർക്കും പ്രൈമറി അമിനോ ഗ്രൂപ്പാണ് ഉള്ളത്, എക്സെപ്റ്റ് ആരാണ്, പ്രൊലൈൻ ആണ്. പ്രൊലൈൻ ഹാസ് എ സെക്കൻഡറി അമിനോ ഗ്രൂപ്പ്. നമുക്ക് സ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് അമിനോ ആസിഡ് നോക്കാം. ഓക്കെ, പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ഇടത്തോട്ടാണെങ്കിൽ ലീവോ റൊട്ടേറ്ററിയും. ഇവിടെ D ആൻഡ് L ഫോം ഓഫ് അലനിൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, D മീൻസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നു. ലീവോ റൊട്ടേറ്ററി മീൻസ് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുന്നു. ഇവിടെ അലനിനാണെങ്കിൽ അമിനോ ഗ്രൂപ്പ് റൈറ്റ് സൈഡിൽ വരുന്നതാണെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും, അമിനോ ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണെങ്കിൽ ലീവോ റൊട്ടേറ്ററിയുമാണ്. ഇവിടെ നോക്കൂ, D അലനിൻ്റെ NH3+ റൈറ്റ് സൈഡിലാണ്, D അലനിനകത്ത്, L അലനിനകത്ത് NH3+ ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, D ആൻഡ് L ഫോം ആര് തരുന്നുണ്ട്, അലനിൻ തരുന്നുണ്ട്. ഓക്കെ, പൊതുവെ എല്ലാ അമിനോ ആസിഡും തരുന്നുണ്ട്. നേച്ചറിലുള്ള എല്ലാ അമിനോ ആസിഡ്സും, പ്രോട്ടീനകത്തുള്ള അമിനോ ആസിഡ് എല്ലാം L അമിനോ ആസിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവരെന്താണ്, ലീവോ റൊട്ടേറ്ററിയാണ് പൊതുവെ അമിനോ ആസിഡ് വരുന്നത്. ഇനി ഡെക്സ്ട്രോ വരുന്ന കുറച്ച് എക്സെപ്ഷൻ കേസ് ഉണ്ട്. അത് ആരൊക്കെയാണ്, D അമിനോ ആസിഡ് ആർ ഫൗണ്ട് ഇൻ ആൻറ്റിബയോട്ടിക്സ് ലൈക്ക് ഗ്രാമസിലിൻ S, അസിറ്റോമൈസിൻ D ആൻഡ് വലിനോമൈസിൻ ആൻഡ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയൽ വോൾസ്. അപ്പോൾ എന്താണ്, എല്ലാ അമിനോ ആസിഡാണ് പൊതുവെ നേച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡിൽ വരുന്നത്. പിന്നെ D അമിനോ ആസിഡിൽ ആർക്കെല്ലാം കാണുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്സിലാണ് മെയിൻലി കാണുന്നത്. പിന്നെ പ്ലാന്റ്സിലുണ്ട്, ബാക്ടീരിയൽ സെൽ വോളിലുമുണ്ട്. ഏതൊക്കെ ആൻറ്റിബയോട്ടിക്സ് ആണ്, ഗ്രാമസിലിൻ S, അസിറ്റോമൈസിൻ D, വലിനോമൈസിൻ. ഓക്കെ, ഇനി എന്താണ്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി തരാത്ത ഒരേ ഒരു അമിനോ ആസിഡേ ഉള്ളൂ, അത് ഏതാണ്, ഗ്ലൈസിൻ ആണ്. ഗ്ലൈസിൻ എന്താണ്, ഒരു എക്സെപ്ഷൻ കേസാണ്. അതെന്ത് തരുന്നില്ല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നില്ല. ഒപ്റ്റിക്കൽ ഐസോമർസം ആര് കാണിക്കുന്നില്ല, ഗ്ലൈസിൻ കാണിക്കുന്നില്ല. ഗ്ലൈസിൻ്റെ ഫോർമുല എന്താണ്, CH COO- NH3+. ഓക്കെ, അപ്പോൾ എന്താണ്, 2 ഹൈഡ്രജൻ അവിടെ വരുന്നുണ്ട്, അവിടെ കൈറാൽ ഗ്രൂപ്പ് ഇല്ല, കാർബൺ ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഗ്ലൈസിൻ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നില്ല. നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ് നോക്കാം. അമിനോ ആസിഡിന് നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്, കണ്ടീഷണൽ അമിനോ ആസിഡ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. എസെൻഷ്യൽ മീൻസ് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാത്തതാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരെന്താണ്, നമുക്ക് ഡയറ്റ് വഴി, നമ്മുടെ ഫുഡ് വഴി നമുക്ക് കൺസ്യൂം ചെയ്യുന്നതാണ് എന്ത്, എസെൻഷ്യൽ അമിനോ ആസിഡ്. ദേ ആർ നോട്ട് സിന്തസൈസ്ഡ് ഓൺ ബോഡി ബട്ട് ആർ കൺസ്യൂംഡ് ത്രൂ ഡയറ്റ്. ഇനി നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്താണ്, നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, നോൺ എസെൻഷ്യൽ. ദേ ആർ സിന്തസൈസ്ഡ് ഇൻ ദി ബോഡി. അപ്പോൾ എന്താണ്, എസെൻഷ്യൽ മീൻസ് they are consumed through diet and not produced in body. Non-essential means they are synthesized in body. ഇനി എന്താണ് കണ്ടീഷണൽ എസെൻഷ്യൽ എന്ന് പറയുന്നത്, they cannot be synthesized due to illness അല്ലെങ്കിൽ lack of necessary precursors. Premature infants lack sufficient enzyme needed to create arginine. ഓക്കെ, അപ്പോൾ അർജിനൈൻ എന്താണ്, ശരിക്കും ഒരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. പക്ഷേ പ്രീമെച്വർ ഇൻഫൻസിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഇല്ലായിരിക്കും. അപ്പോൾ എന്താണ്, പ്രീമെച്വർ ഇൻഫൻസ് ലാക്ക് സഫിഷ്യൻറ്റ് എൻസൈം നീഡഡ് ടു ക്രിയേറ്റ് അർജിനൈൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ്. നെക്സ്റ്റ് നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ എന്താണ് നോൺ എസെൻഷ്യൽ, ദേ ക്യാൻ ബി സിന്തസിസ്ഡ് ഇൻ ദി ബോഡി ആണെന്ത്, നോൺ എസെൻഷ്യൽ. എക്സാമ്പിൾ നോക്കാം, അലനിൻ, അർജിനിൻ, aspargin, aspartate, cysteine, glutamate, glutamin, glycine, proline, serine and tyrosine. ഇനി എസെൻഷ്യലോ, ഹിസ്റ്റഡിൻ, മെഥിയോനൈൻ, ത്രിയോനൈൻ, വെലൈൻ, ഐസോലൂസിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, ലൂസിൻ ആൻഡ് ലൈസിൻ. ഇനി നമുക്കിവരെ ഗ്ലൂക്കോജനിക്കായിട്ടും കീറ്റോജനിക്കായിട്ട് വേണമെങ്കിലും ക്ലാസിഫൈ ചെയ്യാം. എന്താണ് ഗ്ലൂക്കോജനിക്, അമിനോ ആസിഡിനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് എന്ത്, ഗ്ലൂക്കോജനിക് എന്ന് പറയുന്നത്. അമിനോ ആസിഡിനെ കീറ്റോൺ ബോഡിയായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് എന്ത്, കീറ്റോജനിക്. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്ലൂക്കോജനിക്, അമിനോ ആസിഡ് വിച്ച് ആക്ട് ആസ്
precursors for the production of amino acids. എന്താണ് ketogenic amino acid which act as precursors of ketone bodies. ഓക്കെ, അപ്പോൾ നോൺ എസെൻഷ്യൽ ഗ്ലൂക്കോജനിക് ആരൊക്കെ വരും? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന ആരൊക്കെയാണ്? അലനിൻ ഉണ്ട്, അർജിനിൻ ഉണ്ട്, അസ്പർജൈൻ ഉണ്ട്, അസ്പർട്ടേറ്റ് ഉണ്ട്, സിസ്റ്റൈൻ ഉണ്ട്, ഗ്ലൂട്ടമേറ്റ് ഉണ്ട്, ഗ്ലൂട്ടമൈൻ ഉണ്ട്, ഗ്ലൈസിൻ, പ്രൊലൈൻ ആൻഡ് സെറൈൻ. ഇനി ഗ്ലൂക്കോജനിക്കും കീറ്റോജനിക്കും കാണിക്കുന്ന നോൺ എസെൻഷ്യൽ ആരാണ്? അത് തൈറോസിൻ ആണ്. ഇനി എസെൻഷ്യൽ ആയിട്ടുള്ള ഗ്ലൂക്കോജനിക് ആരൊക്കെയാണ്? ഹിസ്റ്റഡിൻ, മെഥിയോനൈൻ, ത്രിയോനൈൻ, വെലൈൻ. ഇനി എസെൻഷ്യൽ ആയിട്ടുള്ള ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് കാണിക്കുന്ന ആരൊക്കെയാണ്? ഐസോലൂസിൻ, ഫീനൈൽ അലാനിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഇനി കീറ്റോജനിക് കാണിക്കുന്ന നോൺ എസെൻഷ്യൽ ആരുമില്ല. കീറ്റോജനിക് കീറ്റോൺ ബോഡി ഫോം ചെയ്യുന്ന എസെൻഷ്യൽ ആരൊക്കെയാണ്? ലൂസിൻ ആൻഡ് ലൈസിൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നോൺ എസെൻഷ്യൽ? അലനിൻ, അർജിനിൻ, അസ്പർജൈൻ, അസ്പർട്ടേറ്റ്, സിസ്റ്റീൻ, ഗ്ലൂട്ടമേറ്റ്, ഗ്ലൂട്ടമൈൻ, ഗ്ലൈസിൻ, പ്രൊലൈൻ, സെറൈൻ ആൻഡ് തൈറോസിൻ. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 11 വരുന്നുണ്ട് നോൺ എസെൻഷ്യലിനകത്ത്. ഇനി എസെൻഷ്യൽ ആരൊക്കെയാണ്? ഹിസ്റ്റഡിൻ, മെഥിയോനൈൻ, ത്രിയോനൈൻ, വെലൈൻ, ഐസോലൂസിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, ലൂസിൻ ആൻഡ് ലൈസിൻ. അപ്പോൾ എത്ര എസെൻഷ്യൽ ഉണ്ട്? 9 എസെൻഷ്യൽ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 20 അമിനോ ആസിഡ്സ്, 11 നോൺ എസെൻഷ്യൽ ആൻഡ് 9 എസെൻഷ്യൽ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് സൈഡ് ചെയിൻ്റെ ബേസിസ് നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. ആർ ഗ്രൂപ്പിൻ്റെ ബേസിസിൽ എങ്ങനെയൊക്കെ അമിനോ ആസിഡിനെ ക്ലാസിഫൈ ചെയ്യാം? നോൺ പോളാർ ആൻഡ് പോളാർ ആക്കി ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, പോളാറിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? അൺചാർജ്ഡും അസിഡിക്കും ബേസിക്കും പോളാറിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. നോൺ പോളാർ അമിനോ ആസിഡ്സ്, സൈഡ് ചെയിൻ വിച്ച് ഡസ് നോട്ട് ബൈൻഡ് ഓർ ഗിവ് ഓഫ് പ്രോട്ടോൺസ്. ദേ പ്രൊമോട്ട് hydrophobic interaction in aqueous solution clustered in the interior. മെയിൻ പോയിന്റ് എന്താണ്? ദേ ഗീവ്സ് എ 3D ഷേപ്പ്. അപ്പോൾ എന്താണ് നോൺ പോളാർ എന്നത്? 3D ഷേപ്പ് തരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? സൈഡ് ചെയിൻ ഡസ് നോട്ട് ബൈൻഡ് ഓർ ഗിവ് ഓഫ് പ്രോട്ടോൺസ്. പിന്നെ എന്താണ്? ദേ പ്രൊമോട്ട് ഹൈഡ്രോഫോബിക് ഇൻ്ററാക്ഷൻ. aqueous സൊല്യൂഷനിലാണെങ്കിൽ ഇൻറ്റീരിയർ ക്ലസ്റ്റേർഡ് ഫോം ചെയ്യും. ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ഭാഗത്തോട്ട് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യും. ദേ ഫോം 3D ഷേപ്പ് ഫോർ അമിനോ ആസിഡ്സ്. ഇനി നമുക്ക് നോൺ പോളാർ അൺചാർജ്ഡ് അമിനോ ആസിഡിന് എക്സാമ്പിൾസ് നോക്കാം. ആരൊക്കെയാണ്? ഗ്ലൈസിൻ, അലനിൻ, വെലൈൻ, ലൂസിൻ, ഐസോലൂസിൻ, മെഥിയോനൈൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് പ്രൊലൈൻ. ആരൊക്കെയുണ്ട്? ഗ്ലൈസിൻ, അലനിൻ, വെലൈൻ, ലൂസിൻ, ഐസോലൂസിൻ, മെഥിയോനൈൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് പ്രൊലൈൻ. ഇനി നമുക്ക് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ നോക്കാം. സൈഡ് ചെയിൻ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നമ്മൾ നോൺ പോളാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോളാർ നോക്കാം. അവരെന്താണ്? അൺചാർജ്ഡ് ഉണ്ട്, അസിഡിക് ഉണ്ട്, ബേസിക് ഉണ്ട്. ദേ ആർ എന്താണ്? ഹൈഡ്രോഫിലിക് ആണ്. നോൺ പോളാർ ആണെങ്കിൽ ഹൈഡ്രോഫോബിക് ആയിരുന്നു. ഇവരെന്താണ്? ഹൈഡ്രോഫിലിക് ആണ്. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് അടുത്ത സ്ലൈഡിൽ നോക്കാം. അടുത്ത് നമുക്ക് പോളാർ അമിനോ ആസിഡ് നോക്കാം. അപ്പോൾ നോൺ പോളാർ എന്തായിരുന്നു? അൺചാർജ്ഡ് ആയിരുന്നു. പോളാർ ചാർജ്ഡ് ആണ്. ഇവിടെ നെഗറ്റീവ്ലി ചാർജും ഉണ്ട്, പോസിറ്റീവ്ലി ചാർജും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കലി ചാർജ് ആയിരിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് അസിഡിക് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. പോസിറ്റീവ്ലി ചാർജ് ആണെങ്കിൽ ബേസിക് ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോളാർ അമിനോ ആസിഡിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? അസ്പാർട്ടിക് ആസിഡ് ഉണ്ട്, ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ട്, ലൈസിൻ, അർജിനിൻ, ഹിസ്റ്റഡിൻ ആണ് വരുന്നത്. ഇനി ഇതിനകത്ത് അസിഡിക്കും നെഗറ്റീവ് ചാർജുമായി വരുന്ന ആരൊക്കെയാണ്? അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡുമാണ്. അപ്പോൾ എന്താണ്? അസിഡിക്കുമാണ്. നെഗറ്റീവ്ലി ചാർജ് വരുന്ന ആരൊക്കെയാണ്? അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡുമാണ്. ഇനി പോസിറ്റീവ് ചാർജും ബേസിക്കായിട്ട് വരുന്ന അമിനോ ആസിഡ് ആരൊക്കെയാണ്? ലൈസിൻ, അർജിനിൻ, ഹിസ്റ്റഡിൻ ആണ്. അപ്പോൾ അസിഡിക് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ് എക്സാമ്പിൾ അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, ആസിഡ് വരുമ്പോൾ നമുക്കറിയാലോ അതൊരു അസിഡിക് ആയിരിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഇനി ബേസിക് ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് ആരൊക്കെയാണ്? ലൈസിൻ, അർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ. ഓക്കെ, ഹാൽ എന്ന് ഓർത്താൽ മതി. നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഇല്ലേ, HAL, അങ്ങനെ ഓർത്താൽ മതി. ഹിസ്റ്റഡിൻ, അർജിനിൻ ആൻഡ് ലൈസിൻ. എന്ത് വരുന്നത്? ബേസിക്കലി ചാർജ് ആയിട്ടുള്ള പോസിറ്റീവ്ലി ആൾക്കാർ വരുന്നതാണ് എന്ത്? അമിനോ ആസിഡ് ഏതൊക്കെയാണ്? ലൈസിൻ, അർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ. ഓക്കെ,
പോളാറായിട്ട് വരുന്ന അൺചാർജ്ഡ് അമിനോ ആസിഡ്. അപ്പോൾ എന്താണ്? അവരുടെ ന്യൂട്രൽ പി എച്ച് ആയിരിക്കും ഹാവ് 0 നെറ്റ് ചാർജ് അറ്റ് ന്യൂട്രൽ പി എച്ച്. ഓക്കെ, ഇനി എക്സാമ്പിൾ ഏതൊക്കെയാണ്? സെറൈൻ, ത്രിയോനൈൻ, സിസ്റ്റീൻ, തൈറോസിൻ, അസ്പെർജൈൻ ആൻഡ് ഗ്ലൂട്ടമൈൻ. അപ്പോൾ ഗ്ലൂട്ടമിക് ആസിഡ് ആയിരുന്നെങ്കിൽ ആരായിരുന്നു? അസിഡിക് ആയിട്ടുള്ള നെഗറ്റീവ്ലി ചാർജ് ആയിരുന്നു ആര്? ഗ്ലൂട്ടമിക് ആസിഡ്. അപ്പോൾ ഗ്ലൂട്ടമൈൻ വരുമ്പോൾ എന്താണ്? പോളാർ അൺചാർജ്ഡ് വരും. അപ്പോൾ ഏതൊക്കെയാണ് പോളാർ അൺചാർജ്ഡ് അമിനോ ആസിഡ്? സെറൈൻ, ത്രിയോനൈൻ, സിസ്റ്റീൻ, തൈറോസിൻ, അസ്പെർജൈൻ ആൻഡ് ഗ്ലൂട്ടമൈൻ. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ്? ഹാവ് 0 നെറ്റ് ചാർജ് അറ്റ് പി എച്ച്. ന്യൂട്രൽ പി എച്ചിൽ എത്രയാണ്? 0 നെറ്റ് ചാർജ് ആയിരിക്കും അവർക്ക് വരുന്നത്. ദേ ആർ നോൺ ആസ് പോളാർ അൺചാർജ്ഡ് അമിനോ ആസിഡ്സ്. നോൺ പോളാർ അൺചാർജ്ഡ് ഓർമ്മയുണ്ടോ ആരൊക്കെയാണെന്ന്? ഗ്ലൈസിൻ, അലനിൻ, വാലൈൻ, ലൂസിൻ, ഐസോലൂസിൻ, മെഥിയോനൈൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് പ്രൊലൈനാണ് ഏത് വരുന്നത്? നോൺ പോളാർ ആയിട്ടുള്ള അൺചാർജ്ഡ് അമിനോ ആസിഡ് വരുന്നത്. ഓക്കെ, പോളാർ ആയിട്ടുള്ള ആരൊക്കെയാണ് അൺചാർജ്ഡ് അമിനോ ആസിഡ് വരുന്നത്? സെറൈൻ, ത്രിയോനൈൻ, സിസ്റ്റീൻ, തൈറോസിൻ, അസ്പെർജൈൻ ആൻഡ് ഗ്ലൂട്ടമൈൻ. എന്താണ് അമിനോ ആസിഡ്? ദി കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ അമിനോ ഗ്രൂപ്പ് NH2 കാർബോക്സൈൽ ഗ്രൂപ്പ് അല്ലേ, COH ഗ്രൂപ്പ് ഉള്ളവരാണ് നമ്മൾ വിളിക്കുന്നത് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി റിലേറ്റീവ് പൊസിഷൻ ഓഫ് അമിനോ ആസിഡ് with respect to carboxyl group, amino group with respect to carboxyl group, amino acid can be classified as എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആൻഡ് സോ ഓൺ. അങ്ങനെയാണെങ്കിൽ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഏതാണ്? അത് ഗ്ലൈസിൻ ആണല്ലേ. ഗ്ലൈസിൻ്റെ ഫോമുല എന്താണ്? NH2 CH2 COOH. നമ്മൾ ഗ്ലൈസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താണ്? എക്സെപ്റ്റ് ഗ്ലൈസിൻ ഓൾ അതർ നാച്ചുറലി ഒക്കറിങ് ആൽഫ അമിനോ ആസിഡ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. സിൻസ് ആൽഫ കാർബൺ ആറ്റം എന്താണ്? അസിമെട്രിക് ആണ്. അപ്പോൾ എന്താണ്? ഗ്ലൈസിൻ മാത്രമാണ് എന്ത്? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാത്ത ആര് മാത്രമാണ്? ഗ്ലൈസിൻ മാത്രമാണ്. അതാണ് എന്ത്? സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. പൊതുവെ നമ്മൾ അമിനോ ആസിഡ് 3 ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലൈസിൻ ആണെങ്കിൽ GLY, അലനിനാണെങ്കിൽ ALA, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അമിനോ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് അസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി റിലേറ്റീവ് നമ്പർ ഓഫ് അമിനോ ആസിഡ്. ഓക്കെ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അമിനോ ഗ്രൂപ്പിനെയും കാർബോക്സിൽ ഗ്രൂപ്പിനെയും ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുന്നത്? അമിനോ ആസിഡിനെ നമ്മൾ അസിഡിക്കും ബേസിക്കും ന്യൂട്രലുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അമിനോ ആസിഡിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രൽ എന്ന് വിളിക്കുന്നു. ഇനി അമിനോ ഗ്രൂപ്പാണ് കൂടുതലെങ്കിൽ ബേസിക് എന്നും, കാർബോക്സിൽ ഗ്രൂപ്പാണ് കൂടുതലെങ്കിൽ നമ്മൾ അസിഡിക് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ന്യൂട്രലിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഗ്ലൈസിൻ, അലനിൻ ആൻഡ് വെലൈൻ. ആരൊക്കെയാണ് എക്സാമ്പിൾ ന്യൂട്രലിന്? ഗ്ലൈസിൻ, അലനിൻ ആൻഡ് വെലൈൻ. ഇനി ബേസിക്കിനാണെങ്കിലോ അർജിനിൻ, ലൈസിനൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? ബേസിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ. അസിഡിക് ആണെങ്കിലോ ഗ്ലൂട്ടമിക് ആസിഡ് ആൻഡ് അസ്പെർട്ടിക് ആസിഡാണ് എന്തിന് എക്സാമ്പിൾ? അസിഡിക്കിന് എക്സാമ്പിൾ. ഓക്കെ, ഇനി ആ പിക്ചറിലോട്ട് നോക്കൂ. ഹൈഡ്രോളിസിസ് ആണല്ലേ കൊടുത്തിരിക്കുന്നത്. എന്താവുന്നുണ്ട്? COOH COO- ആവുന്നുണ്ട്, NH2 NH3+ ആവുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഐസോ ഇലക്ട്രോണിക് പോയിന്റിലാണ്. എന്താണ് ഐസോ ഇലക്ട്രോണിക് പോയിന്റ്? ഈസ് ദ PH അറ്റ് വിച്ച് എ മോളിക്യൂൾ ക്യാരീസ് നോ നെറ്റ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ എന്താണ്? അവർ ഇലക്ട്രിക്കലി ന്യൂട്രലായിട്ട് വരുമ്പോൾ എന്ത് വരുന്നത്? ഐസോ ഇലക്ട്രിക് പോയിന്റ് വരുന്നത്. അപ്പോൾ നെറ്റ് ചാർജ് എന്താണ്? നെറ്റ് ചാർജ് 0 ആണ്. ഓക്കെ, ഇവരെ നമ്മൾ PI എന്ന് വിളിക്കും. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫോർ ആൻ അമിനോ ആസിഡ് വിത്ത് 1 അമൈൻ ആൻഡ് 1 കാർബോക്സൈൽ ഗ്രൂപ്പുള്ളവർ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? PI = pKa1 + pKa2/2. ഓക്കെ, രണ്ടിൻ്റെയും ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? PI വാല്യൂ കിട്ടും. നമുക്ക് ഈ pKa വാല്യൂവിൻ്റെ ബേസിസിൽ പെപ്റ്റൈഡിൻ്റെയും പ്രോട്ടീൻ്റെയൊക്കെ PI വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് മെത്തേഡാണ്? ഏത് ഇക്വേഷനാണ്? ഹെൻഡർസൺ ഹാസൽബാച്ച് ഇക്വേഷനാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? പെപ്റ്റൈഡ് പ്രോട്ടീൻ്റെയൊക്കെ ഐസോ ഇലക്ട്രോണിക് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. PK വാല്യൂവിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നതായിരിക്കും. PK വാല്യൂ എന്താണ്? PK വാല്യൂ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആസിഡ് ടു ഡൊണേറ്റ് എ പ്രോട്ടോൺ, ഡിസോസിയേറ്റ് പ്രോട്ടോൺ H+ന് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ആസിഡിൻ്റെ കഴിവാണ് എന്ത് വിളിക്കുന്നത്? PK എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് pKa ഓർ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് ദ pH അറ്റ് വിച്ച് 50% ഓഫ് ആസിഡ് ഈസ് ഡിസോസിയേറ്റഡ്. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് പഠിക്കണം. ദി PK വാല്യൂ ഓഫ് എ ആൽഫ കാർബോസിലിക് ഗ്രൂപ്പ് എത്രയാണ്? റേഞ്ച് 2.2 ആണ്.
അമിനോ ഗ്രൂപ്പ് ആണെങ്കിൽ 9.4 ആണ്. അപ്പോൾ പി കെ വാല്യൂ ഓഫ് കാർബോക്സിലിക് ഗ്രൂപ്പ് റേഞ്ച് 2.2 വരുന്നുണ്ട്. പി കെ വാല്യൂ ഓഫ് ആൻ അമിനോ ഗ്രൂപ്പ് വരുന്ന റേഞ്ച് 9.4 ആണ് വരുന്നത്. പി കെയുടെ വാല്യൂ സ്മോൾ ആണെങ്കിൽ സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. പി കെയുടെ വാല്യൂ വലുതാണെങ്കിൽ വീക്കർ ആസിഡാണ്. അപ്പോൾ എന്താണ്, അവർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. സ്മോളർ പി കെ വാല്യൂ സ്ട്രോങ്ങർ ആസിഡ്, ലാർജർ പി കെ വാല്യൂ വീക്കർ ആസിഡ്. ഓക്കെ, ദി മാക്സിമം ബഫറിംഗ് കപ്പാസിറ്റി ഒക്കററ്റ് എന്തായിരിക്കും, പി എച്ച് ഇസ് ഈക്വൽ ടു പി എ ആയിരിക്കും, 1 ആയിരിക്കും റേഞ്ച് വരുന്നത്. ഇനി എന്താണ് ബഫർ? ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ദാറ്റ് റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച് following by the addition of an acid or a base. It can be created by mixing a weak acid with its conjugate base. Okay. അപ്പോൾ ബഫർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി നമ്മൾ ആസിഡിക്കിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ മിക്സിങ് എ വീക്ക് ആസിഡ് വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈട്രേഷൻ കർവ് ഓഫ് ഗ്ലൈസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ വൈ ആക്സിസിനകത്ത് പി എച്ച് വാല്യൂ, എക്സ് ആക്സിനകത്ത് എന്ത് വരുന്നുണ്ട്, എച്ച് പ്ലസ് അയൺ ഡിസോസിയേഷൻ വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് എന്താണ്, അമിനോ ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, പി കെ 1 എത്രയാണ് വരുന്നത്? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 2ന്റെയും 4ന്റെയും ഇടയ്ക്കാണ് അല്ലേ. പി കെ 2 ആണെങ്കിലോ 8ന്റെയും 10ന്റെയും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ എന്താണ്, CH2 NH3 പ്ലസ് COOH ഡിസോസിയേറ്റ് ടു ഫോം NH3 പ്ലസ് CH2 COO മൈനസ് പ്ലസ് H പ്ലസ്. ഇനി പി കെ 2 എന്താണ് വരുന്നത്? CH2 NH3 പ്ലസ് COO ഡിസോസിയേറ്റ് ടു ഫോം NH2 CH2 COO മൈനസ് പ്ലസ് H പ്ലസ്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? പി കെ വാല്യൂ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ, കാർബോക്സിലിക് ഗ്രൂപ്പ് ആണെങ്കിൽ 2.2 ആണ് വരുന്നത്. അമിനോ ഗ്രൂപ്പ് ആണെങ്കിൽ 9.4 റേഞ്ച് ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് സ്വിറ്റർ അയൺ എന്തെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് അമിനോ ആസിഡ് ക്യാൻ ആക്ട് ആസ് ബോത്ത് അസിഡിക് ആൻഡ് ബേസ്. ഓക്കെ, അപ്പോൾ ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, അമിനോ ആസിഡിൻ്റെ ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എന്ത് വിളിക്കും? ആംഫോട്ടറിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് ആ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. പി എച്ച് എത്രയാണ്? പി എച്ച് 7 ആണ്. അപ്പോൾ നെറ്റ് ചാർജ് 0 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ പ്രോപ്പർട്ടി? ആംഫോട്ടറിക് പ്രോപ്പർട്ടിയാണ്. ഇൻ അക്വസ് സൊല്യൂഷൻ carboxylic group can lose a protein and amino group can accept a protein giving rise to a എന്താണ് ഇവർ? ഡൈപോളാർ ആണല്ലേ, 2 പോളാർ നേച്ചർ കാണിക്കുന്നുണ്ട്. COO മൈനസും ഉണ്ട്, NH3 പ്ലസും ഫോം ചെയ്യുന്നുണ്ട്. ഇതിനാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? സ്വിറ്റർ അയോൺ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ന്യൂട്രൽ ആണ്. എന്താണ്? പി എച്ച് 7 ന്യൂട്രൽ ആണ്, ബട്ട് കണ്ടെയ്ൻസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ഇൻ സ്വിറ്റർ അയോൺ ഫോർമേഷൻ amino acids show amphoteric behavior as they react with both acids and bases. അപ്പോൾ എന്താണ്? ഇവർ ആംഫോട്ടറിക് ആണ്, സ്വിറ്റർ അയോൺസ് ആണ്. ഇത് ഏത് കണ്ടീഷൻ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ? പി ഐ ഇസ് ഈക്വൽ ടു പി എച്ച് അറ്റ് വിച്ച് മോളിക്യൂൾ ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ, നെറ്റ് ചാർജ് 0 ആയിരിക്കും. എന്താണ് പി ഐ? നമ്മൾ നേരത്തെ സ്ലൈഡ് നോക്കുകയാണല്ലേ, ഐസോ ഇലക്ട്രോണിക് പോയിൻ്റ് ആണ്. ഇവിടെ എന്താണ്? ആർ സി എച്ച് NH2 COOH ആണ് നമ്മുടെ അമിനോ ആസിഡ്. ഇത് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ആർ സി എച്ച് NH3 പ്ലസും COO മൈനസും ഫോം ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്? സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. ഈ സ്ലൈഡിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പി എച്ച് 1 വരുന്നതുണ്ട്. പി എച്ച് 1 എന്തായിരിക്കും? അത് അസിഡിക് ആയിരിക്കും അല്ലേ. നെറ്റ് ചാർജ് +1 ആണ്. ഇനി ലാസ്റ്റ് ഫിഗർ നോക്കൂ, പി എച്ച് 30 ആണ്. അപ്പോൾ അതെന്താണ്? ബേസിക് ആയിരിക്കും. നെറ്റ് ചാർജ് -1 ആയിരിക്കും. ഇടയ്ക്ക് വരുന്ന കണ്ടീഷൻ എന്താണ്? പി എച്ച് 7 വരുന്ന കണ്ടീഷൻ അതെന്തായിരിക്കും? സ്വിറ്റർ അയോൺ ആയിരിക്കും അല്ലേ. നെറ്റ് ചാർജ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? പി എച്ച് 1 ആകുമ്പോൾ അസിഡിക് ആണ്. അപ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? കാറ്റയോൺ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? NH3 പ്ലസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, COOHും പിന്നെ എന്ത്? CHും Rമാണ് കാറ്റയോണിക് ഫോമിൽ വരുന്നത്. ഇനി എന്തായിരിക്കും? പി എച്ച് 7 മാറുമ്പോൾ എന്താകും? സ്വിറ്റർ അയോൺ ഫോം ചെയ്യും. അപ്പോൾ കണ്ടീഷൻ എന്താണ്? അത് ന്യൂട്രൽ ആണ്. NH3 പ്ലസും ഉണ്ട്, COO മൈനസും ഉണ്ട്. എന്താണ്? ഡൈപോളാർ ആണ് അല്ലേ. പിന്നെ എന്താണ്? പി എച്ച് 13 ആകുമ്പോൾ എന്താണ്? ബേസിക് ആണ്. നെറ്റ് ചാർജ് -1 ആണ്. അതെന്ത് ഫോം ചെയ്യും? ആനയോണിക് ആണ് ഫോം ചെയ്യുന്നത് അല്ലേ. NH2 ആയിരിക്കും, COO മൈനസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഫ്രീ അമിനോ ആസിഡ് ആർ സ്വിറ്റർ അയോണിക് അറ്റ് ഫിസിയോളജിക്കൽ പി എച്ച്. ഓക്കെ, പി എച്ച് 7 ആകുമ്പോൾ എന്താണ്? നെറ്റ് ചാർജ് 0 ആയിരിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് സ്വിറ്റർ അയോൺ. ഏതാണ് പി എച്ചിനെ എന്ത് വിളിക്കും? ഐസോ ഇലക്ട്രോണിക് പോയിന്റ് എന്നാണ് എന്ത് പി എച്ചിനെ വിളിക്കുന്നത്. നേരത്തെ സ്ലൈഡിൻ്റെ കണ്ടിന്യൂഷനാണ്. അറ്റ് ഫിസിയോളജിക്കൽ പി എച്ച് മോസ്റ്റ് അമിനോ ആസിഡ് കണ്ടെയ്ൻ
ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് വിത്ത് എ നെറ്റ് ചാർജ് ഓഫ് 0. ഓക്കെ, ഇനി എന്താണ് സം ബയോളജിക്കലി പ്രൊഡ്യൂസ്ഡ് ഡെറിവേറ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആൻഡ് ദീസ് അമിനോ ആസിഡ്സ് ആർ നോട്ട് കോമ്പൗണ്ട്സ് ഓഫ് പ്രോട്ടീൻ. ഇവരെന്താണ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണെങ്കിലും പ്രോട്ടീൻ്റെ കോമ്പോണൻസ് അല്ല. എക്സാമ്പിൾ നോക്കാം. ആരൊക്കെയാണ്? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് നമ്മൾ ഗാബ എന്ന് വിളിക്കും. പിന്നെ ആരുണ്ട്? ഹിസ്റ്റമൈൻ, ഡോപ്പമൈൻ, തൈറോക്സിൻ, ബീറ്റ സയനോ അലാനിൻ, ഹോമോസിസ്റ്റിനിൻ, സിട്രുലൈൻ, ഓർത്തനൈൻ, അസസിറൈൻ, എസ് അഡിനോസൈൽ മെഥിയോനൈൻ. അപ്പോൾ ആരൊക്കെയാണ്? ദേ ആർ ഡെറിവേറ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്, ബട്ട് കോമ്പൗണ്ട്സ് ഓഫ് പ്രോട്ടീൻ അല്ല. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഗാബ ഉണ്ട്. ഗാബ എന്താണ്? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, ഹിസ്റ്റമൈൻ, ഡോപ്പമൈൻ, തൈറോക്സിൻ, സിട്രുലൈൻ, ഓർത്തനൈൻ, ബീറ്റ സയാനോ അലാനിൻ, ഹോമോസിസ്റ്റിനൈൻ, അസാസിറൈൻ, എസ് അഡിനോസൈൽ മെഥിയോനൈൻ. ജസ്റ്റ് പേരൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതിയേ. നമുക്ക് ജസ്റ്റ് ഒരു 3 പോയിന്റ് നോക്കാം. എന്താണ് ഗാമോ അമിനോ ബ്യൂട്ടറിക് ആസിഡ് അല്ലെങ്കിൽ ഗാബ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ഗ്ലൂട്ടമിക് ആസിഡ്. എന്താണ് ഡോപ്പമൈന്? ഡോപ്പമൈൻ ഇസ് ഡെറിവേറ്റഡ് ഫ്രം തൈറോസിൻ. ഇത് രണ്ടും എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണല്ലേ. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗാബയുണ്ട്, അത് ഗ്ലൂട്ടമിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ് ആണ്. പിന്നെ ഡോപ്പമൈൻ ഉണ്ട്, അതെന്തിനാണ്? തൈറോസിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇനി ഹിസ്റ്റമൈൻ, ഹിസ്റ്റഡിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഹിസ്റ്റമിൻ എന്തിനു ഉപയോഗിക്കുന്നതാണ്? അലർജിക് റിയാക്ഷൻസ് ആണല്ലേ. ഓക്കെ, ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡിയിൽ എവിടെയാണ്? മാസ്റ്റ് സെല്ലിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാതെ എന്തുണ്ട്? നമ്മുടെ WBC ഒക്കെ എന്താണ്? WBCക്കകത്ത് വരുന്ന ഈസ്റ്റോഫിലൊക്കെ എന്താണ്? അലർജിക് റിയാക്ഷൻസിന് മാറ്റർ ആവുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്? തൈറോക്സൈൻ പ്രൊഡ്യൂസ്ഡ് ബൈ തൈറോസിൻ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തൈറോയിഡ് ഹോർമോൺ. ഓക്കെ, എക്സാമ്പിൾ പഠിച്ചോളേ. ഇനി എന്താണ് പെപ്റ്റൈഡ് ബോണ്ട്? പ്രോട്ടീനിൽ കാണുന്നതാണ് എന്തല്ലേ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡിനെ ജോയിൻ ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? പെപ്റ്റൈഡ് ബോണ്ട് വെച്ചിട്ടാണ്. അമിനോ ആസിഡ്സ് ആർ ജോയിൻ ടുഗദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട്സ്. The reaction involves the formation of a molecule of water in a dehydration synthesis reaction. 2 അമിനോ ആസിഡ് ജോയിൻ ടുഗദർ കോൾഡ് എന്ത് വിളിക്കും? ഡൈപെപ്റ്റൈഡ് എന്ന് വിളിക്കും. ഇനി മെനി അമിനോ ആസിഡ് ആണെങ്കിലോ പോളിപെപ്റ്റൈഡ് എന്ന് പറയും. നമ്മളതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞാണ് അല്ലേ. ഫോം വെൻ ദി അസിഡിക് ഗ്രൂപ്പ് ഏതാണ്? COOH ഓഫ് 1 അമിനോ ആസിഡ് ജോയിൻ വിത്ത് അമൈൻ ഗ്രൂപ്പ് NH2 ഓഫ് സെക്കൻഡ് അമിനോ ആസിഡ്. അപ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആദ്യത്തെ അമിനോ ആസിഡിനകത്തുള്ള COOHും അസിഡിക് ഗ്രൂപ്പും രണ്ടാമത്തെ അമിനോ ആസിഡിനകത്തുള്ള ബേസിക് ഗ്രൂപ്പായിട്ടുള്ള NH2 അമൈൻ ഗ്രൂപ്പും കൂടെയാണ് എന്ത് ചെയ്യുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ദേ ആർ ഫോംഡ് ത്രൂ കണ്ടൻസേഷൻ ആൻഡ് ബ്രോക്കൺ ത്രൂ ഹൈഡ്രോളിസിസ്. ഫോർമേഷൻ എന്ത് മെത്തേഡാണ്? കണ്ടൻസേഷൻ വഴിയാണ്. ബ്രേക്കപ്പ് ചെയ്യുന്നതോ ഹൈഡ്രോളിസിസ് വരെയാണ്. ഓക്കെ, എ പെപ്റ്റൈഡ് ഈസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ഏതാണ്? ആൽഫ അമിനോ മോളിക്യൂൾസ്. കെമിക്കലി പെപ്റ്റൈഡ് ലിങ്കേജ് ഈസ് ആൻ അമൈഡ് ഫോംഡ് ബിറ്റ്വീൻ COOH ആൻഡ് NH2 ഗ്രൂപ്പ്. അപ്പോൾ ഏത് ഗ്രൂപ്പാണ്? കാർബോക്സൈൽ ഗ്രൂപ്പിൻ്റെയും അമിനോ ഗ്രൂപ്പിൻ്റെയും ഒരു കോമ്പിനേഷൻ എന്ത്? അമൈഡ് ഫോർമേഷനാണ് എന്ത് ഇവിടുത്തെ ലിങ്കേജ് വരുന്നത്. വെൻ 2 മോളിക്യൂൾസ് ഓഫ് അമിനോ ആസിഡ് കമ്പൈൻ, ദി അമിനോ ഗ്രൂപ്പ് ഓഫ് 1 മോളിക്യൂൾ റിയാക്ട് വിത്ത് COOH ഗ്രൂപ്പ് ഓഫ് അനദർ മോളിക്യൂൾ ബൈ ലൂസിങ് 1 വാട്ടർ മോളിക്യൂൾ ടു ഫോം എന്താണ് ലിങ്കേജ്? CONH ലിങ്കേജ് ആണ്. അപ്പോൾ എന്താണ് CONH ലിങ്കേജ് ആണ് എന്ത് വരുന്നത്? പെപ്റ്റൈഡ് ബോണ്ടിൽ വരുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് പെപ്റ്റൈഡ് ലിങ്കേജ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരെണ്ണം നോക്കാം. ഇപ്പോൾ എന്താണ്? ദി പെപ്റ്റൈഡ് ഫോംഡ് ബിറ്റ്വീൻ 2 അമിനോ ആസിഡ് മോളിക്യൂൾ ഇസ് കോൾഡ് ഡൈപെപ്റ്റൈഡ്. ഇപ്പോൾ ഗ്ലൈസിൻ്റെ ഫോമുല എന്താണ്? NH2 CH2 COOH. അപ്പോൾ 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലൈസിൻ കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ എന്താണ്? NH2 CH2 COOH പ്ലസ് NH2 CH2 COOH. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഗ്ലൈസിൽ അലനിൻ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തിൻ്റെ ഫോമുല എന്തായിരിക്കും? NH2 CH2 CONH CH2 COOH. എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ലിങ്കേജ്? എന്താണ് പെപ്റ്റൈഡ് ലിങ്കേജ്? എന്താണ്? CONH ആണ് എന്ത് ഇവിടുത്തെ ലിങ്കേജ് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലിങ്കേജ്? CONH ലിങ്കേജ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്? COOHും NH2മാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞിട്ട് എന്ത് ലിങ്കേജ് ഫോം ചെയ്യുന്നുണ്ട്? പെപ്റ്റൈഡ് ലിങ്കേജ് ഈസ് ഫോംഡ്. CONH ലിങ്കേജ് ആണ് ഫോം ചെയ്യുന്നത്.
അപ്പോൾ 2 അമിനോ ആസിഡ് കമ്പൈൻഡ് ഫോം എന്താണ്? ഡൈപെപ്റ്റൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഡൈപെപ്റ്റൈഡ് ഈസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് 2 അമിനോ ആസിഡ്സ്. ഇവർ തമ്മിലുള്ള പെപ്റ്റൈഡ് ബോണ്ട് ഏതാണ്? CONH ലിങ്കേജ് ആണ്. ഈ പിക്ചറിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ, C ഡബിൾ ബോണ്ടോ NH ആണ് എന്ത്, CONH ആണ് എന്ത്, പെപ്റ്റൈഡ് ലിങ്കേജ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ലൂസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, വാട്ടർ മോളിക്യൂൾ പോകുന്നത് കാണിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? ഒരു ബാക്ക് ബോണും ഉണ്ട്, ഒരു സൈഡ് ചെയിൻസും അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമിനോ എൻഡിനെ NH2 എൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? N ടെർമിനസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി C ടെർമിനസ് എന്താണ്? കാർബോക്സൈൽ എൻഡാണ്. അതെന്താണ്? COOH ആണ്. C ഡബിൾ ബോണ്ടോ OH ആണ് C ടെർമിനസ് വരുന്നത്, കാർബോക്സൈൽ എൻഡാണ്. N ടെർമിനസ് ഏതാണ് വരുന്നത്? അമിനോ എൻഡാണ് വരുന്നത്. അപ്പോൾ ബോണ്ട് എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട് എന്താണ്? ലിങ്കേജ് എന്താണ്? CONH. കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ C ഡബിൾ ബോണ്ടോ NH ആണ് ലിങ്കേജ് വരുന്നത്. അടുത്ത നമുക്ക് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ നോക്കാം. ദി ഫങ്ഷൻ ഓഫ് എ പ്രോട്ടീൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഷേപ്പ്. The shape of a protein is determined by its primary structure. അതേതാണ്? നമ്മുടെ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡാണ് എന്ത് വരുന്നത്? പ്രൈമറി സ്ട്രക്ചറിൽ വരുന്നത്. അതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഷേപ്പ് ഓഫ് എ പ്രോട്ടീൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഷേപ്പാണ് എന്ത്? ഒരു പ്രോട്ടീൻ്റെ ഫങ്ഷനെ കോസ് ചെയ്യുന്നത്. The sequence of amino acid in a protein is determined by the sequence of ന്യൂക്ലിയോടൈഡ് ഇൻ ദി ജീൻ DNA എൻകോഡിങ് ഇറ്റ്. അപ്പോൾ ഒരു DNA-ക്കകത്തുള്ള ന്യൂക്ലിയോടൈഡാണ് എന്ത് ചെയ്യുന്നത്? സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡിന് റെസ്പോൺസിബിളായിട്ട് വരുന്നത്. ഇനി സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡാണ് എന്ത് നൽകുന്നത്? അതിൻ്റെ പ്രൈമറി സ്ട്രക്ചറാണ് എന്ത്? ഷേപ്പ് ഓഫ് ദി പ്രോട്ടീൻ തരുന്നത്. ഈ ഷേപ്പാണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഫങ്ഷൻ ഓഫ് എ പ്രോട്ടീനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നോക്കാം. ഹൈറാർക്കിക്കൽ നേച്ചർ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ. ഈ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അമിനോ ടെർമിനസ് ഉണ്ട് ഒരു സൈഡിൽ. അത് നമ്മൾ എന്ത് റെപ്രസെൻ്റ് ചെയ്യും? N എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അടുത്തത് കാർബോക്സിൽ ടെർമിനസ് ഉണ്ട്, അതെന്താണ്? C എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഏതൊക്കെ സ്ട്രക്ചർ ഉണ്ട്? പ്രോട്ടീൻ സ്ട്രക്ചർ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടെറിഷ്യറി സ്ട്രക്ചർ ഉണ്ട്, ക്വാട്ടർണറി സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ എന്താണ് പ്രൈമറി സ്ട്രക്ചർ? അമിനോ ആസിഡ് സീക്വൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഈ പ്രൈമറി കമ്പൈൻ ചെയ്ത് സെക്കൻഡറി ഫോം ചെയ്യുന്നു. അത് ഏതൊക്കെയുണ്ട്? ആൽഫ ഹെലിക്സും ഉണ്ട്, ബീറ്റ ഷീറ്റും ഫോം ചെയ്യുന്നുണ്ട്. ഇനി ടെറിഷ്യറി ആണെങ്കിലോ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഫോംഡ് ബൈ ദി അസംബ്ലി ഓഫ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ്. അപ്പോൾ പ്രൈമറി അമിനോ ആസിഡ് സീക്വൻസ് ചേർന്ന് സെക്കൻഡറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അത് ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡ് അല്ലെങ്കിൽ ഷീറ്റും ഫോം ചെയ്യുന്നുണ്ട്. ഇനി ടെറിഷ്യറി സ്ട്രക്ചർ എന്താണ്? ഈ സെക്കൻഡറി കമ്പൈൻ ചെയ്തിട്ട് 3D ഫോം ചെയ്യുന്നുണ്ട്. 3D സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ് എന്ത്? ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ക്വാട്ടർണറി സ്ട്രക്ചർ? എന്താണ്? സ്ട്രക്ചർ ഫോംഡ് ബൈ മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻ. ഓക്കെ, ഒന്നിലധികമുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ 3D സ്ട്രക്ചേഴ്സ്, ടെറിഷ്യറി സ്ട്രക്ചേഴ്സ് കമ്പൈൻ ചെയ്യാൻ എന്ത് ഫോം ചെയ്യുന്നത്? ക്വാട്ടർണറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ബാക്കി സ്ലൈഡ്സിൽ നോക്കാം. ആദ്യത്തെ നോക്കാം നമുക്ക് പ്രൈമറി സ്ട്രക്ചർ. എന്താണ് പ്രൈമറി സ്ട്രക്ചർ? അമിനോ ആസിഡ് സീക്വൻസ് ആണ് എന്ത്? പ്രൈമറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ജീൻസ്. അപ്പോൾ എന്താണ്? ഒരു അമിനോ ആസിഡ് സീക്വൻസ് ചെയ്ത് വരുന്നതാണ് എന്ത്? പ്രൈമറി സ്ട്രക്ചർ. ഇറ്റ് ഈസ് ദ ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ്. മെനി ജനറ്റിക് ഡിസീസസ് റിസൾട്ട് ഇൻ പ്രോട്ടീൻ വിത്ത് അബ്നോർമൽ ആൽഫ സീക്വൻസ് അല്ലെങ്കിൽ അമിനോ ആസിഡ് സീക്വൻസ് വിച്ച് കോസസ് improper folding and abnormal functioning. Peptide bond is a covalent bond that is not broken by condition that denature protein as heating or high concentration of urea. നമുക്ക് denaturing എന്തെന്ന് പിന്നീട് നോക്കാം. ഇതെന്താണ്? പ്രൈമറി സ്ട്രക്ചർ എന്താണ്? They are linear sequencing of amino acids. Okay. Many genetic diseases results in the proteins with abnormal amino acid sequence which causes improper folding and abnormal functioning. എല്ലാത്തിനും ഡിറ്റർമിൻ എന്താണ്? പ്രൈമറി സ്ട്രക്ചറാണ് എല്ലാത്തിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്താണ്? നമ്മുടെ ബേസിക് ജീനിന് അല്ലെങ്കിൽ DNA സ്ട്രക്ചർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണ്? പ്രൈമറി സ്ട്രക്ചറാണ്. ഇതെന്താണ്? ഒരു കോവാലൻ്റ് ബോണ്ടാണ്. ഓക്കെ, ഇതെന്ത് സംഭവിക്കുന്നു? ഇവർക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇത് ബേസിക് ആയിട്ടുള്ളതാണ് നമ്മളെന്ത്? പ്രൈമറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. Primary structure gives the sequence of amino acid molecule in a polypeptide chain of protein. Any change in primary structure create a different protein. അപ്പോൾ എന്താണ്? ഈ പ്രൈമറി സ്ട്രക്ചറിലുള്ള മാറ്റമാണ് എന്തിന് വിധേയമാക്കുന്നത്? പ്രോട്ടീൻസിൻ്റെ ഘടനയ്ക്ക് വിധേയം ആക്കുന്നത്.
ആ പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാവും അല്ലേ, പ്രൈമറി പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ്, പ്രൈമറി സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അമിനോ ആസിഡ് നമ്മുടെ മാലയിൽ മുത്തു കോർക്കുന്ന പോലെ സീക്വൻസ് ഓഫ് ചെയിൻ ഓഫ് അമിനോ ആസിഡാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സെക്കൻഡറി സ്ട്രക്ചർ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് പ്രോട്ടീൻ ഫോൾഡിംഗ്. ദി സെക്കൻഡറി സ്ട്രക്ചർ ഈസ് ഹെൽഡ് ടുഗദർ ബൈ എന്തൊക്കെയുണ്ട്, ഹൈഡ്രജൻ ബോണ്ട്സ് ബിറ്റ്വീൻ കാർബോക്സൈൽ ഗ്രൂപ്പ് ആൻഡ് അമിനോ ഗ്രൂപ്പ് ഇൻ polypeptide backbone. Because it is formed by backbone interactions, it is largely independent of primary sequence. They are classified as എന്തൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ആൽഫ ഹെലിക്സും ഉണ്ട്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. അത് റൈറ്റ് ഹാൻഡഡ് ഫാഷനിലും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡഡിലും ഉണ്ട്. ഇടയ്ക്ക് എന്ത് ബോണ്ട് വരുന്നുണ്ട്, ഹൈഡ്രജൻ ബോണ്ടാണ് എന്തിൽ വരുന്നത്, സെക്കൻഡറി സ്ട്രക്ചറിൽ മെയിൻലി വരുന്നത്. The secondary structure of protein refers to the shape in which a long polypeptide chain can exist. അപ്പോൾ എന്താണ് സെക്കൻഡറി സ്ട്രക്ചർ എന്ത് കൊടുക്കുന്നത്, ഷേപ്പ് കൊടുക്കുന്നത്. ദീസ് ആർ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ്. ഏതൊക്കെയാണ്, ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. ദീസ് സ്ട്രക്ചേഴ്സ് അറൈസ് ഡ്യൂ ടു റെഗുലർ ഫോൾഡിംഗ് ഓഫ് ബാക്ക് ബോൺ ഓഫ് polypeptide chain due to എന്ത് ബോണ്ടിങ് ആണ്, ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ CO ആൻഡ് NH ഗ്രൂപ്പ് ഓഫ് പോളിപെപ്റ്റൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് ബോണ്ടിങ്ങാണ് ഇവിടെ വരുന്നത്, ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇവിടെ വരുന്നത്. ആര് തമ്മിൽ, സിഒയും NHും. പെപ്റ്റൈഡ് ലിങ്കേജിനകത്തുള്ള സിഒയും NHും ഇടയ്ക്ക് എന്ത് വരുന്നുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സ്ട്രക്ചേഴ്സാണ് ഫോം ചെയ്യുന്നത്, സെക്കൻഡറി ആൽഫ ഹെലിക്സും ഉണ്ട്, ബീറ്റ പ്ലീറ്റഡും വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് രാമചന്ദ്രൻ പ്ലോട്ട്. ഇതെന്താണ് പറയുന്നത്, പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാനാണ് എന്ത് രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഡൈഹെഡ്രൽ ആംഗിൾസിനാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫൈയും ഉണ്ട്, സൈയും ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എന്തൊക്കെയുണ്ട്, സൈ ആംഗിളും വരുന്നുണ്ട്, ഫൈ ആംഗിളും വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ വേ ടു വിഷ്വലൈസ് ഡൈഹെഡ്രൽ ആംഗിൾസ്, ഓൾസോ നോൺ ആസ് എന്തൊക്കെ വിളിക്കാം, റൊട്ടേഷ്യൽ ആംഗിൾ അല്ലെങ്കിൽ ടോറൻഷ്യൽ ആംഗിൾ എന്നൊക്കെ പറയാം. Psi against phi of amino acid residue in protein structure. ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി റൊട്ടേഷൻ ഓർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഡൈഹെഡ്രൽ ആംഗിൾസ് സൈ ആൻഡ് ഫൈ. സൈയുടെയും ഫൈയുടെയും റൊട്ടേഷൻ്റെ ബേസിസിൽ നമുക്ക് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഏതൊക്കെയാവാം സെക്കൻഡറി സ്ട്രക്ചർ, ആൽഫ ഹെലിക്സ് ആവാം, ബീറ്റ ഷീറ്റ് അല്ലെങ്കിൽ ലൂപ്പൊക്കെ ആവാം എന്തിന് വരുന്നത്, സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ്, സി ആൽഫ സി എന്ന് പറയുന്നത് സൈ ആംഗിളും സി ആൽഫ എൻ എന്ന് പറയുന്നത് ഫൈ ആംഗിളുമാണ്. സൈ നമ്മളെങ്ങനെ എഴുതുന്നത്, ഒരു യു പോലെ എഴുതിയിട്ട് നടുക്കൊരു വരെയാണ് വരുന്നത് അല്ലേ, സൈ. അപ്പോൾ എന്താണ്, സി ആൽഫ സി. സി നമുക്ക് തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതും, സി നമ്മൾ യു പോലെ എഴുതാൻ പറ്റില്ല, സി അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ എന്താണ്, സി ആൽഫ സി ആണെങ്കിൽ സൈ ആംഗിളാണ് വരുന്നത്, സി ആൽഫ എൻ ആണെങ്കിൽ ഫൈ ആംഗിളാണ് വരുന്നത്. ഓക്കെ, എന്തിലാണ് വരുന്നത്, നമ്മുടെ CONH അല്ലേ, പെപ്റ്റൈഡ് ബോണ്ടിലാണ് എന്ത് വരുന്നത്, ഈ ആംഗിൾസ് രണ്ടും വരുന്നത്. ഏതൊക്കെയാണ് ആംഗിളിൻ്റെ പേര്, എന്താണ് ആംഗിൾ, ടോറൻഷ്യൽ ആംഗിളായിട്ടുള്ള ഫൈ ആൻഡ് സൈ. നെക്സ്റ്റ് നമുക്ക് ഈ പ്ലോട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് എന്തുണ്ട്, 4 ക്വാഡ്രൻസ് ഉണ്ടല്ലേ, 4 ക്വാഡ്രൻസ് വരുന്നുണ്ട്, 1, 2, 3 ആൻഡ് 4. ഓക്കെ, ഇതെന്താണ്, അമിനോ ആസിഡിൻ്റെ പ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. പൊതുവെ നമ്മുടെ നാച്ചുറൽ അമിനോ ആസിഡ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അമിനോ ആസിഡാണ്. ഇപ്പോൾ നമുക്ക് D ആണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്തുണ്ട്, Y ആക്സിസിനകത്ത് സൈ ആംഗിൾ വരുന്നുണ്ട്, X ആക്സിസിനകത്ത് ഫൈ ആംഗിളും വരുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡെഫിനിറ്റ് പൊസിഷൻ ഇൻ ദി പ്ലോട്ട് ഇൻഡിക്കേറ്റ്സ് ഡെഫിനിറ്റ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആംഗിൾസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അല്ലേ, -180 ഡിഗ്രി മുതൽ +180 ഡിഗ്രി വരെയാണ് ആംഗിൾസ് രണ്ടുപേരുടെയും പോകുന്നത്. സൈഡേയും ഫൈഡേയും എത്രയൊക്കെയാണ്, -180 മുതൽ +180 വരെയാണ് ആംഗിൾസ് വേരി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫൈ ആംഗിൾ എവിടെയാണ്, സി ആൽഫ എന്നിലാണ് എന്ത് വരുന്നത്, ഫൈ ആംഗിൾ വരുന്നത്. സി ആൽഫ സിയിലാണ് എന്ത് വരുന്നത്, സൈ ആംഗിളും വരുന്നത്. ഓക്കെ, ഇപ്പുറത്ത് എന്തുണ്ട്, ഡബിൾ ബോണ്ടൊക്കെ ഉണ്ടല്ലേ, CO C ഡബിൾ ബോണ്ടോ NH ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സൈയും ഫൈയും എങ്ങനെയാണ് ബോണ്ട് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ഓക്സിജൻ കണ്ടായിരുന്നോ, C ഡബിൾ ബോണ്ട് ഓയിൽ ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോർ ഇലക്ട്രോ നെഗറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യും, കാർബൺ പോസിറ്റീവായിട്ട് ഇലക്ട്രോൺ അങ്ങോട്ട് പോകും, ഓക്സിജനിലോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും, നൈട്രജൻ ഒരു പാർഷ്യൽ
ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ സ്ഥലം ഫുള്ളൊരു റിജിഡിറ്റി ആവും, റിജിഡ്നെസ് ഫോം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോഴത്തുള്ള സി ആൽഫ എനിൽ എന്ത് ഫോം ചെയ്യും, നമ്മുടെ ഫൈ ആംഗിൾ ഫോം ചെയ്യും. അപ്പോൾ എന്താണ്, ഈ ഫൈയുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും, ഭയങ്കര റിജിഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്, ഈ ഫൈ ആംഗിൾ ഈസിലി മൂവബിൾ ആണ്, റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പോൾ എന്ത് വിളിക്കും, ടോറൻഷ്യൽ ആംഗിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡൈഹൈഡ്രൽ ആംഗിൾ, അല്ലെങ്കിൽ റൊട്ടേഷൻ ആംഗിൾ എന്നൊക്കെ വിളിക്കും. ഇപ്പുറത്ത് എന്തുണ്ട്, സി ആൽഫ സിയും എന്താണ്, സൈ ആംഗിളാണ്, അതും എന്താണ്, ഫ്രീലി റൊട്ടേറ്റബിൾ ആണ്. അപ്പോൾ എന്താണ്, കൂടുതലുള്ള ആൾക്കാരെല്ലാവരും റിജിഡാണ്. ഈ രണ്ട് ആംഗിൾ മാത്രമായിരിക്കും എന്ത്, ഫ്രീലി റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ എന്ത് ഡിപ്പെൻസ് ചെയ്യും, ഈ ഡിപ്പെൻസ് ഓൺ ആർ, സൈഡ് ചെയിൻ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്ലൈസീനൊക്കെ ആണെങ്കിൽ എന്താണ്, എച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, കുറച്ചുകൂടി ഈസിലി ആയിട്ട് നമുക്ക് റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇപ്പോൾ പ്രൊളീനൊക്കെ വരികയാണെങ്കിൽ വലിയ ഗ്രൂപ്പാണ്ട് റൊട്ടേഷൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയും, ഓക്സിജൻ എന്ന് പറയുന്നത് മോർ ഇലക്ട്രോ നെഗറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യും, കാർബണിൽ നിന്നുള്ള ഇലക്ട്രോൺസ് അങ്ങോട്ട് വലിച്ചിട്ട് കാർബൺ ഒരു പോസിറ്റീവ് ഫോം ചെയ്യും. അപ്പോൾ എന്താണ്, നൈട്രജൻ എന്ന് വരുന്ന ലോൺ പെയർ കാർബണിലോട്ട് വന്നിട്ട് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, അത്രയും ഭാഗം നല്ല റിജിഡായിട്ട് മാറും. അപ്പോൾ ഇപ്പുറത്തുള്ള സി ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ഫൈ ബോണ്ടാണ്. ഇനി അടുത്ത് വരുന്നത് സി ആൽഫ സി എന്ന് പറയുന്നത് സൈ ബോണ്ടാണ്. രണ്ടും എന്താണ്, ഫ്രീലി റൊട്ടേറ്റബിൾ ആണ്. കൂടുതലുള്ള ആൾക്കാരൊക്കെ റിജിഡും, ഇവർ മാത്രം എന്തായിരിക്കും, ഫ്രീലി റൊട്ടേറ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ആംഗിൾസ് എന്ത് വിളിക്കും, ടോറൻഷ്യൽ ആംഗിൾ, അല്ലെങ്കിൽ ഡൈഹൈഡ്രൽ ആംഗിൾ, അല്ലെങ്കിൽ റൊട്ടേഷൻ ആംഗിൾ എന്നൊക്കെ വിളിക്കും. ഇനി ഇവരിൽ വരുന്ന ആറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സൈഡ് ചെയിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവർ റൊട്ടേഷൻ വരുന്നത്. ഇപ്പോൾ ഗ്ലൈസീൻ പോലത്തെ ഒരു ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ ഈസിലി റൊട്ടേറ്റബിൾ ആണ്. ഇനി പ്രൊളീൻ പോലത്തെ ഒരു ബൾക്കിയ ഗ്രൂപ്പ് വരികയാണെങ്കിൽ റൊട്ടേഷൻ അത്രയും റിജിഡ് ആവും. ഓക്കെ, ഇനി എന്താണ്, ഈ പ്ലോട്ടിനകത്ത് നമുക്ക് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഇൻഡിക്കേഷൻ നോക്കാം. ഓക്കെ, ഏതൊക്കെ പൊസിഷനിലാണ് സെക്കൻഡറി സ്ട്രക്ചർ വരുന്നതെന്ന്. ഏതൊക്കെ സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ആൽഫ ഹെലിക്സ് ഉണ്ട്, ബീറ്റ പ്ലീറ്റഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ആര് വരും, ബീറ്റ ഷീറ്റ് ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് ആരൊക്കെ വരാം, ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റ് വരാം, പാരലൽ ബീറ്റ ഷീറ്റ്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്താണ്, റൈറ്റ് ബീറ്റ ഷീറ്റ്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ, റൈറ്റ് ട്വിസ്റ്റഡ് ബീറ്റ ഷീറ്റ്സ് ഒക്കെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നത് എന്താണ്, ബീറ്റ ഷീറ്റാണ് വരുന്നത്. ബീറ്റ ഷീറ്റ്സിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റ് ഉണ്ട്, പാരലൽ ബീറ്റ ഷീറ്റ് ഉണ്ട്, റൈറ്റ് ട്വിസ്റ്റഡ് ബീറ്റ ഷീറ്റും എവിടെ വരുന്നുണ്ട്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്താണ്, റൈറ്റ് ഹാൻഡഡ് ബീറ്റ സ്ട്രക്ചറാണ് എവിടെ വരുന്നത്, ഷീറ്റാണ് എവിടെ വരുന്നത്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നത്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിലോ ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ് വരുന്നത്. ഇനി തേർഡിലാണെങ്കിലോ റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ബീറ്റ ഷീറ്റ്സ് ആണ് വരുന്നത്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഷീറ്റാണ് വരുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആൽഫ ഷീറ്റ്സ് ആണ് വരുന്നത്, ആൽഫ ഹെലിക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് റൈറ്റ് ഹാൻഡഡ് ബീറ്റ ഷീറ്റ്സ്. ഓക്കെ, സെക്കൻഡിൽ വരുന്നത് ഏതാണ്, ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ് വരുന്നത്. ഇനി തേർഡിൽ വരുന്ന ഏതാണ്, റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ് വരുന്നത്. ഇനി നമ്മൾ രാമചന്ദ്രൻ പ്ലോട്ട് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആറ്റംസിനൊക്കെ നമ്മളൊരു ഹാർഡ് സ്പിയർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഡയമെൻഷൻ കറസ്പോണ്ടൻ്റ് എന്തിലായിരിക്കും, വാണ്ടർവോൾസ് റേഡിയയിലായിരിക്കും കറസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ 3 റീജിയനായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കോർ റീജിയൻ, അല്ലെങ്കിൽ മോസ്റ്റ് അലൗഡ് റീജിയൻ, പിന്നെ അലൗഡ് റീജിയൻ ആൻഡ് ഡിസ് അലൗഡ് റീജിയൻ. നമുക്ക് ഫിഗറിനകത്ത് ഡാർക്ക് ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, മോസ്റ്റ് അലൗഡ് റീജിയൻ അല്ലെങ്കിൽ കോർ റീജിയൻ ആണ്. അവിടെയാണ് എന്ത്, പ്രോട്ടീൻ കൺഫർമേഷൻസ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഇനി ലൈറ്റ് ഗ്രീൻ പോർഷൻ എന്താണ്, അലൗഡ് റീജിയണൽ ലൈറ്റ് ഗ്രീൻ പോർഷൻ. ബാക്കി വരുന്ന വൈറ്റ് പോർഷൻ എന്താണ്, ഡിസ് അലൗഡ് റീജിയൻ. ഇപ്പോൾ ഗ്ലൈസീൻ പോലത്തെയുള്ള അമിനോ ആസിഡ് ആണെങ്കിൽ എല്ലാ സ്ഥലത്തും കാണാമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് രാമചന്ദ്രൻ പ്ലോട്ട് പറയാം. ഫസ്റ്റ് വരുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ക്വാഡ്രൻറ്റ്സ് വരുന്നുണ്ട്. വൈ ആക്സിനകത്ത് സൈ ആംഗിളും എക്സ് ആക്സിനകത്ത് ഫൈ ആംഗിളുമാണ് വരുന്നത്. സൈ എന്ന് പറയുന്നത് സി ആൽഫ സി ആണ്, ഫൈ എന്ന് പറയുന്നത് സി ആൽഫ എൻ ആണ്. ഇതെന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 4 ക്വാഡ്രൻറ്റിനകത്ത് വരുന്നതിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് എന്ത് വരുന്നത്, ബീറ്റ ഷീറ്റ്സ് വരുന്നത്. ബീറ്റ ഹെഡിൽ ഷീറ്റ്സ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻ്റിലാണെങ്കിലോ ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ് വരുന്നത്. തേർഡ് ക്വാഡ്രൻ്റിലാണെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ് വരുന്നത്.
ഇനി നമ്മുടെ ഈ രാമചന്ദ്രൻ പ്ലോട്ടിനെ 3 റീജിയനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് കോർ റീജിയൻ അല്ലെങ്കിൽ മോസ്റ്റ് അലൗഡ് റീജിയൻ. അവിടെയാണ് എന്ത് പ്രോട്ടീൻ കൺഫർമേഷൻസ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ലൈറ്റ് ഗ്രീനിൽ കാണുന്നത് എന്താണ് അലൗഡ് റീജിയൻ, വൈറ്റിൽ കാണുന്നത് എന്താണ് ഡിസലൗഡ് റീജിയൻ. ഇനി ആൽഫ ഹെലിക്സ് എന്തെന്ന് നോക്കാം. ദി പോളിപെപ്റ്റൈഡ് ചെയിൻ ഈസ് wound around to form a helix. It is held together by hydrogen bonds running parallel with the long helical axis. There are so many hydrogen bonds that this is a very stable and strong structure. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ബോണ്ടാണ് ആൽഫ ഹെലിക്സിനെ സ്റ്റേബിളും സ്ട്രോങ്ങും ആക്കുന്നത്. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു ആൽഫ ഹെലിക്സ് ഈസ് റൈറ്റ് ഹാൻഡഡ്. ഇറ്റ് ഹാസ് 3.6 അമിനോ ആസിഡ് റെസിഡ്യൂസ് പെർ ടേൺ. ദേ ആർ സ്റ്റെബിലൈസ്ഡ് ബൈ ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ ഏതൊക്കെയാണ് ഫസ്റ്റ് കാർബോക്സിലിക് ഗ്രൂപ്പ് ആൻഡ് ഫോർത്ത് അമിനോ ഗ്രൂപ്പ്. COOH ആയിട്ടുള്ള ഫസ്റ്റ് കാർബോക്സിലിക് ഗ്രൂപ്പും നാലാമത്തെ അമിനോ ഗ്രൂപ്പ് NH2 ആണ് എന്ത് വരുന്നത് ഈ ഹൈഡ്രജൻ ബോണ്ട് വരുന്നത്. ദി സൈഡ് ചെയിൻസ് പോയിൻറ്റ് ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഫ്രം ദി ഹെലിക്സ്. ദി കോർ ഓഫ് ഹെലിക്സ് ഈസ് ടൈറ്റ്ലി പാക്ഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ബീറ്റ ഷീറ്റ്. ദി പോളിപെപ്റ്റൈഡ് ചെയിൻ zigzags back and forward forming a sheet of anti-parallel strands. Once again it is held together by hydrogen bond. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ് വരുന്നത്. ആൽഫ ഹെലിക്സ് ആണ് ഒരു ഹെലിക് ഷേപ്പ് ആയിരിക്കും, ബീറ്റ ഷീറ്റ് ഒരു സിക്സാക്കിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു സെക്കൻഡറി അമിനോ ആസിഡിനെ കാണാൻ കഴിയും. അതിനെ നമ്മൾ സൂം ചെയ്ത് എടുത്തിരിക്കുന്ന പിക്ചറാണ്. അത് എന്തൊക്കെയുണ്ട് അമിനോ ആസിഡ് സബ് യൂണിറ്റ്സ് ഏതൊക്കെയുണ്ട് ആൽഫ ഹെലിക്സും കാണിക്കുന്നുണ്ട്, ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറും ഈ ഫിഗറിനകത്ത് കാണിക്കുന്നുണ്ട്. ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് ആൻറ്റി പാരലലും ഉണ്ട്. 2 or more ഹൈഡ്രജൻ ബോണ്ടഡ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് റൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആൻറ്റി പാരലാണ് ഫോം ചെയ്യുന്നത്, ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റ്സ്. ഇതിനകത്തുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. നോക്കിയാൽ മനസ്സിലാവും CN ആണ് എന്ത് പോയിരിക്കുന്നത് ഫസ്റ്റ് പെപ്റ്റൈഡ് ചെയിനിൽ പോയിരിക്കുന്നത്. രണ്ടാമത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, N മുതൽ C വരെ ആയിരിക്കും പോയിരിക്കുന്നത്. ഓക്കെ, NC എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അമിനോ ടെർമിനസും നമ്മുടെ കാർബോക്സിൽ ടെർമിനസുമാണ് വരുന്നത്. C ഏതാണ് കാർബോക്സൈലാണ്, N ആണെങ്കിലോ അമിനോ ആണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് ബീറ്റ ഷീറ്റ് എന്ന് നോക്കാം. പാരലൽ ബീറ്റ ഷീറ്റ് ഇവിടെ എന്തായിരിക്കും 2 പോളിപെപ്റ്റൈഡ് ചെയിനും സെയിം ഡയറക്ഷൻ ആയിരിക്കും. 2 or more ഹൈഡ്രജൻ ബോണ്ടഡ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് റൺ ഇൻ സെയിം ഡയറക്ഷൻ. ഇവിടെ എങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ട് ലെസ് സ്റ്റേബിൾ ആണ്. അതെന്തായിരിക്കും ഡിസോർഡഡ് ഹൈഡ്രജൻ ബോണ്ടായിരിക്കും ഫോം ചെയ്യുന്നത്. നോക്കിയാൽ മനസ്സിലാകും CM N ആണ് എന്ത് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്, 2 ചെയിനും സെയിം ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. വേറെയും സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് വരുന്നതൊക്കെ ഏതാണ് ടേൺസ് ഉണ്ട്, റിവേഴ്സ് ടേൺ ഉണ്ട്, ലൂപ്സ്, ബീറ്റ ബെൻസ്, റാൻഡം കോയിൽസ് എക്സെട്ര. ഈ ടേൺ എന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബീറ്റ ഷീറ്റ് ആയിരിക്കും, അത് ആൻറ്റി പാരലൽ ആയിരിക്കും. അത് കണക്ട് ചെയ്യുന്ന എൻ്റെ എൻസിൽ വരുന്ന എന്താണ് അത് ബീറ്റ ടേൺ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ ലൂപ്പ് എന്ന് പറയുന്നത് ടേണിനേക്കാളും ലെങ്ത്ത് കാണും. ഈ ടേൺസ് നമുക്ക് ആൽഫ ടേൺ ഉണ്ട്, ബീറ്റ ടേൺ ഉണ്ട്, ഗാമ ടേൺ ഒക്കെ വരുന്നുണ്ട്. ഈ ടേൺസൊക്കെ റെഗുലർ സെക്കൻഡറി സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഇനി പ്രോട്ടീൻ ചെയിന് റെഗുലർ സെക്കൻഡറി സ്ട്രക്ചർ ഫോം ചെയ്യാത്തതാണ് എന്ത് ഈ റാൻഡം കോയിൽ എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മോട്ടീവ്സ് എന്ന് പറയുന്നതാണ്. ബീറ്റ ആൽഫ ബീറ്റ മോട്ടീഫ് ആണെങ്കിൽ ആൽഫ ഹെലിക്സ് കണക്റ്റഡ് ബിറ്റ്വീൻ 2 ബീറ്റ ഷീറ്റ് ആയിരിക്കും. ഇനി ബീറ്റ ഹെയർ പിൻ ഉണ്ട്, അത് റിവേഴ്സ് ടേൺസ് കണക്റ്റഡ് ആൻറ്റി പാരലൽ ടു ബീറ്റ ഷീറ്റ്സ്. ഇനി ആൽഫ ആൽഫ മോട്ടീഫ് ഉണ്ട്, അതായത് 2 ആൽഫ ഹെലിക്സ് ടുഗദർലി ഫോം ചെയ്യുന്നതാണ് എന്ത് ആൽഫ ആൽഫ മോട്ടീഫ്. ഇനി ബീറ്റ പാരലൽ ഉണ്ട്, അത് റോൾസ് ഓഫ് ബീറ്റ ഷീറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ബീറ്റ ആൽഫ ബീറ്റ മോട്ടീഫ് എന്ന് പറഞ്ഞാൽ ആൽഫ ഹെലിക്സ് കണക്ട് ബിറ്റ്വീൻ 2 ബീറ്റ ഷീറ്റ്സ്. ഇനി ബീറ്റ ഹെയർപിൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ടേൺസ് കണക്റ്റഡ് ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റ്സ്. ഇനി ആൽഫ ആൽഫ മോട്ടീഫ് ഉണ്ട്, അത് 2 ആൽഫ ഹെലിക് ടുഗദർ ആണ് വരുന്നത് ആൽഫ ആൽഫ മോട്ടീഫ്. ഇനി ബീറ്റ പാരലൽ എന്ന് പറയുന്നത് റോൾസ് ഓഫ് ബീറ്റ ഷീറ്റ്സ് ആണ്. ഇതിൽ അതിൻ്റെ ഫിഗേഴ്സ് കൊടുത്തിരിക്കുന്നതാണ്, നമുക്ക് കാണാൻ പറ്റും അല്ലേ. ബീറ്റ ആൽഫ ബീറ്റ ഒരു ക്രോസ് ഓവർ കണക്ഷൻ കാണുന്നുണ്ട്, അതെന്താണ് ആ മോട്ടീഫ് എന്താണ് എ ഹെലിക്സ് കണക്റ്റഡ് ബിറ്റ്വീൻ 2 ബീറ്റ ഷീറ്റാണ്, നമുക്കത് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ പിക്ചർ നോക്കൂ, ബീറ്റ ഹെയർ പിൻ ആണ്, അതെന്താണ്
റിവേഴ്സ് ടേൺ കണക്റ്റഡ് ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റാണ് എന്തിൽ വരുന്നത്? ബീറ്റ ഹെയർ പിന്നിൽ വരുന്നത്. മൂന്നാമത്തെ ഫിഗർ നോക്കൂ. ആൽഫ ആൽഫ മോട്ടിഫാണ്. അതെന്താണ്? 2 ആൽഫ ഹെലിക്സ് ടുഗദർ വരുന്നതാണ് എന്താണ്? ആൽഫ ആൽഫ മോട്ടിഫിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, റാൻഡം കോയിലുണ്ട്, ആൽഫ ഹെലിക്സ് വരുന്നുണ്ട്, പിന്നെ എന്തുണ്ട്? ബീറ്റ ബാരലുണ്ട്. അതെന്താണ്? റോൾസ് ഓഫ് ബീറ്റ ഷീറ്റാണ് വരുന്നത്. നമ്മൾ പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ നോക്കിയായിരുന്നു, സെക്കൻഡറി സ്ട്രക്ചർ നോക്കിയായിരുന്നു. ഇനി നമുക്ക് എന്ത് നോക്കാനുള്ളത്? നമുക്കിനി അടുത്ത് എന്താണ് റെഫർ ചെയ്യുന്നത്? ടെർഷ്യറി സ്ട്രക്ചറാണ്. ഓക്കെ, പ്രൈമറി സ്ട്രക്ചർ എന്തായിരുന്നു? നമ്മുടെ അമിനോ ആസിഡ് സീക്വൻസിങ് ആണ് പ്രൈമറിയിൽ പറയുന്നത്. സെക്കൻഡറിയിൽ എന്തൊക്കെ പറഞ്ഞായിരുന്നു? സെക്കൻഡറി സ്ട്രക്ചർ എന്ത് റെഫർ ചെയ്തായിരുന്നു? ഷേപ്പ് ഇൻ വിച്ച് ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഒക്കെ എങ്ങനെയെന്ന് കണ്ടായിരുന്നു അല്ലേ? ആൽഫ ഹെലിക്സും ഉണ്ടായിരുന്നു, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചേഴ്സും കണ്ടായിരുന്നു. ഓക്കെ, എന്താണ് മെയിൻലി വരുന്നത്? അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് മെയിൻലി സെക്കൻഡറിയിൽ വരുന്നത്. ഏത്? ബിറ്റ്വീൻ CO ആൻഡ് NH ഗ്രൂപ്പ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ. ഓക്കെ, ഇനി അടുത്ത ടെറിഷ്യറി സ്ട്രക്ചർ. എന്താണ് ടെറിഷ്യറി തരുന്നത്? ദിസ് ഈസ് ദ കോമ്പാക്ട് ഗ്ലോബുലാർ സ്ട്രക്ചർ ഫോംഡ് ബൈ ദി ഫോൾഡിംഗ് അപ്പ് ഓഫ് എ ഹോൾ പോളിപെപ്റ്റൈഡ് ചെയിൻ. Every protein has a unique tertiary structure which is responsible for its properties and function. അപ്പോൾ എന്താണ്? Tertiary gives the responsible for the properties and function of a protein. For example, the shape of active site in an enzyme is due to its tertiary structure. ഓക്കെ, ഒരു ആക്റ്റീവ് സൈറ്റ് എൻസൈമിൻ്റെ ടെറിഷ്യറി സ്ട്രക്ചറിൻ്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ഏതാണ്? നമ്മൾ ടെറിഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ആക്റ്റീവ് സൈറ്റിനാണ് എൻസൈമിൻ്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ടെറിഷ്യറി? എന്താണ് ടെറിഷ്യറി സ്ട്രക്ചർ? റെപ്രസെൻറ്റ് ഓവറോൾ ഫോൾഡിംഗ് ഓഫ് ദി പോളിപെപ്റ്റൈഡ് ചെയിൻ, ദാറ്റ് ഈസ് ഫർദർ ഫോൾഡിംഗ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ്. സെക്കൻഡറി സ്ട്രക്ചേഴ്സിൻ്റെ ഫർദർ ഫോൾഡിംഗ് ആണ് എന്ത്? നമ്മൾ ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് റൈസ് ടു 2 മേജർ മോളിക്കുലാർ ഷേപ്പ്. ഏതൊക്കെ ഷേപ്പാണ്? ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലാർ. The tertiary structure is held together by bonds between R groups of amino acid and proteins and so depend on the sequence of amino acids. There are 3 kinds of bonds involved in tertiary structure. ഓക്കെ, ഏതൊക്കെയാണ് ടെറിഷ്യറി സ്ട്രക്ചറിൽ വരുന്ന ബോണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അതെന്താണ്? അത് പൊതുവെ വീക്കായിരിക്കും. പിന്നെ എന്ത് വരുന്നുണ്ട്? അയണിക് ബോണ്ട് വരുന്നുണ്ട് ബിറ്റ്വീൻ R ഗ്രൂപ്പ്സ് വിത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജസ് വിച്ച് ആർ ക്വൈറ്റ് സ്ട്രോങ്. പിന്നെ 2 സൾഫറിനിടയിൽ വരുന്ന എന്താണ്? സൾഫർ ബോണ്ട് വരുന്നുണ്ട് അല്ലേ? ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് വരുന്നുണ്ട്, കോവാലൻറ്റ് SS ബോണ്ടാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് ടെറിഷ്യറിക്കകത്ത്, അത് വീക്കാണ്. പിന്നെ അയണിക് ബോണ്ട് ഉണ്ട് ബിറ്റ്വീൻ R ഗ്രൂപ്പ്സ്, അത് പോസിറ്റീവ് ആവും, നെഗറ്റീവ് ചാർജും വരുന്നുണ്ട്, അത് ക്വൈറ്റ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. ഇനി സൾഫർ ബ്രിഡ്ജസ് ഉണ്ട്, കോവാലൻറ്റ് SS ബോണ്ട്സ് ആയിരിക്കും എവിടെ വരുന്നത്? സൾഫർ ബ്രിഡ്ജസിൽ വരുന്നത്. ഇതിൽ നമ്മുടെ ബോണ്ട്സ് ക്ലിയർലി കാണിച്ചിട്ടുണ്ട് അല്ലേ? എന്താ കാണാം നമുക്ക്? ഹൈഡ്രജൻ ബോണ്ട് കാണുന്നുണ്ട്, ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് കാണുന്നുണ്ട്, അയണിക് ബോണ്ടും വിസിബിൾ ആണ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് കണ്ടായിരുന്നു? ആ ബ്ലൂവിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ പിങ്കിൽ എന്തുണ്ട്? ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ആൻഡ് വോണ്ടർവാൾഡ് ഇൻട്രാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ പോളിപെപ്റ്റൈഡ് ബാക്ക് ബോൺ വരുന്നുണ്ട്, അത് കണക്ട് ചെയ്യുന്ന ഏതുണ്ട്? ഡൈസൾഫൈഡ് ബ്രിഡ്ജ് വരുന്നുണ്ട്. പിന്നെ താഴെ വരുന്ന ഏതാണ്? അയണിക് ബോണ്ടും വരുന്നുണ്ട്. ദി ടെറിഷ്യറി സ്ട്രക്ചർ ഈസ് ഡ്യൂ ടു സൈഡ് ചെയിൻ ഇൻട്രാക്ഷൻ ആൻഡ് ദസ് ഡിപ്പെൻഡ്സ് ഓൺ ദി അമിനോ ആസിഡ് സീക്വൻസ്. സൈഡ് ചെയിൻ എന്താണ്? നമ്മുടെ R ഗ്രൂപ്പാണ് അല്ലേ? ഇവിടെ എന്തിൽ കാണിച്ചിട്ടുണ്ട്? ആ പിങ്കിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? നമ്മുടെ R ഗ്രൂപ്പ്. ഓക്കെ, ഫൈനൽ 3-dimensional shape of a protein can be classified as globular or fibrous. ഓക്കെ, ഗ്ലോബുലാറും ഫൈബ്രസും ആയിട്ടുള്ള 2 3-dimensional ഷേപ്പാണ് ആർക്കുള്ളത്? പ്രോട്ടീൻ്റെ ടെറിഷ്യറി സ്ട്രക്ചറിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്? ഗ്ലോബുലാർ സ്ട്രക്ചറുമുണ്ട്, ഫൈബ്രസ് സ്ട്രക്ചറുമുണ്ട്. ആ ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഗ്ലോബുലാർ എന്താണെന്നും ഫൈബ്രസ് എന്താണെന്നും. അപ്പോൾ എന്താണ്? ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ പ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഗ്ലോബുലാർ പ്രോട്ടീൻ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ. Globular proteins, they are spherical in shape. Common globular proteins include egg albumin, insulin and many enzymes, myoglobin, hemoglobin, etc. They are somewhat soluble in water depending upon the sequence of amino acids. They are easily denatured. അപ്പോൾ എന്താണ്? ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്താണ്? ചെയിൻ ഓഫ് പോളിപെപ്റ്റൈഡ് കോയിൽസ് ആണ്. അതെന്ത് ചേരുന്നുണ്ട്? ഒരു സ്പെറിക്കൽ ഷേപ്പാണ് തരുന്നത്. ദേ ആർ സോളിബിൾ ഇൻ വാട്ടർ. എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? ഇൻസുലിൻ, ആൽബുമിൻ,
മെനി എൻസൈംസ്, മയോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ എന്തിന് എക്സാമ്പിളാണ്? ഗ്ലോബുലാർ പ്രോട്ടീൻസിന് എക്സാമ്പിളാണ്. ലൂപ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ദേ ആർ ഈസിലി ഡീനേച്ചേർഡ്. ദേ ആർ സോളിബിൾ ഇൻ വാട്ടർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. എന്താണ് ഫൈബ്രസ് പ്രോട്ടീൻ? പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ. ദേ ഫോം ലോങ് പ്രോട്ടീൻ ഫിലമെൻറ്റ് വിത്ത് റോഡ് ലൈക്ക് ഷേപ്പ്. ദേ ആർ യൂഷ്വലി സ്ട്രക്ചറൽ ഓർ സ്റ്റോറേജ് പ്രോട്ടീൻസ്. ദേ ആർ ജനറലി വാട്ടർ ഇൻസോളിബിൾ ആയിരിക്കും ആൻഡ് നോട്ട് ഈസിലി ഡീനേച്ചേർഡ്. ഫൈബ്രസ് പ്രോട്ടീൻസ് ആർ യൂഷ്വലി യൂസ് ടു കൺസ്ട്രക്ട് കണക്റ്റീവ് ടിഷ്യൂ. ഏതൊക്കെയാണ്? ടെൻഡൻ ഉണ്ട്, ബോൺ മെട്രിക്സ്, മസിൽ ഫൈബർ എക്സെട്ര. ഏതൊക്കെ പറയാം? ആൽഫ കെരാറ്റിൻ, കൊളാജൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ എന്താണ്? ഗ്ലോബുലാർ പ്രോട്ടീൻ ആണെങ്കിൽ സോളിബിൾ ഇൻ വാട്ടർ ആയിരിക്കും, ഈസിലി ഡീനേച്ചേർഡ് ആണ്. ഇവിടെയോ ഫൈബ്രസ് പ്രോട്ടീന് നോട്ട് ഈസിലി ഡീനേച്ചേർഡ് ആണ്, ദേ ആർ വാട്ടർ ഇൻസോളിബിൾ ആണ്. അപ്പോൾ സ്ട്രക്ചറൽ പ്രോട്ടീൻ അല്ലെങ്കിൽ സ്റ്റോറേജ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഫൈബ്രസ് പ്രോട്ടീൻ ആണ്. ദേ ആർ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ. ഹെയർ ദി ലീനിയർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജൻ ബോണ്ടുമുണ്ട്, ഡൈസൾഫൈഡ് ബോണ്ടുമുണ്ട്. എക്സാമ്പിൾ എന്ത് പറയാം? കെരാറ്റിൻ. ആൽഫ കെരാറ്റിൻ എവിടെ കാണുന്നതാണ്? പ്രസൻറ്റ് ഇൻ ഹെയർ, വൂൾ, സിൽക്ക് എക്സെട്ര. ഓക്കെ, പിന്നെ മയോസിൻ വരാറുണ്ട്. മയോസിൻ എന്താണ്? മസിലിനകത്തുള്ള പ്രോട്ടീനാണ്. ഓക്കെ, നമ്മുടെ എക്സോസ്കെൽട്ടൺ ഇല്ലേ, അത് നമ്മുടെ സ്കെൽട്ടൺ, പുറത്ത് കാണുന്ന സ്കെൽട്ടൺ എക്സോസ്കെൽട്ടൺ. അതൊക്കെ എന്താണ്? കെരാറ്റിൻ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? നമ്മുടെ നെയിലുണ്ട്, ഹെയർ ഉണ്ട്, പിന്നെ അനിമൽസിലാണെങ്കിൽ ഹോൺ വരും, കൊമ്പ് വരും, പിന്നെ ഹൂഫ്, കുളമ്പം വരുന്നത് എന്താണ്? എക്സോസ്കെൽട്ടനിലാണ്. ഇതൊക്കെ എന്താണ്? കെരാറ്റിൻ കൊണ്ടാണ്, കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതെന്താണ്? ഫൈബ്രസ് പ്രോട്ടീനാണ്. ഓക്കെ, ഡൊമൈൻസ് എന്തെന്ന് നോക്കാം. എന്താണ് ഡൊമൈൻസ്? പോളിപെപ്റ്റൈഡ് ചെയിൻസ് മോർ ദാൻ 200 അമിനോ ആസിഡ്സ് ഫോൾഡ് ഇൻ ടു 2 or more ക്ലസ്റ്റേഴ്സ് നോൺ ആസ് ഡൊമൈൻസ്. അപ്പോൾ എന്താണ്? 200 കൂടുതലുള്ള അമിനോ ആസിഡ്സ് പോളിപെപ്റ്റൈഡ് ചെയിനായിട്ട് ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത് വിളിക്കുന്നത്? ഡൊമൈൻസ് എന്ന് വിളിക്കുന്നത്. ഇവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഗ്ലോബുലാർ പ്രോട്ടീൻ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഡൊമൈൻസ് ആർ ഫങ്ഷണൽ യൂണിറ്റ്സ് ദാറ്റ് ലുക്ക് ലൈക്ക് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. Domains are part of protein subunits. Quaternary structure. This structure is found in proteins containing more than one polypeptide chains and simply means how the different polypeptide chains are arranged together. Okay, അപ്പോൾ എന്താണ്? പ്രൈമറി ചേർന്ന് സെക്കൻഡറി ആവുന്നു, സെക്കൻഡറി ടെറിഷറി ടു quaternary. Okay, hemoglobin, the oxygen carrying protein in RBC, contains of 4 globular subunits arranged in a tetrahedral structure. അപ്പോൾ എന്താണ്? Some of the proteins contain 2 or more polypeptide chains called subunits. The spatial arrangement of these subunits is known as quaternary structure. ആ താഴെ കാണിക്കുന്ന ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും അല്ലേ എന്താണ് quaternary structure എന്നുള്ളത്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അവരെന്താണ്? ഓൾസോ നോൺ ആസ് ആൻറ്റിബോഡീസ് ആർ ഗ്ലൈക്കോപ്രോട്ടീൻസ് മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസ്മ സെൽ അല്ലെങ്കിൽ WBCയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഗ്ലൈക്കോപ്രോട്ടീൻസ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ. ദേ ആർ പ്രോട്ടീൻസ് ദാറ്റ് മേക്ക് ആൻറ്റിബോഡീസ് കംപ്രൈസസ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് അറേഞ്ച് ഇൻ വൈ ഷേപ്പ്. എന്തൊക്കെയാണ്? ഒരു ഹെവി ചെയിനും പോകുന്നുണ്ട്, ഒരു ലൈറ്റ് ചെയിനും പോകുന്നുണ്ട്. ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ സൾഫൈഡ് ബ്രിഡ്ജസ്. നമ്മുടെ ഈ പിക്ചറിനകത്തൊരു ബ്ലാക്ക് കളർ ലൈൻസ് കാണാം, അതെന്താണ്? ഡൈസൾഫൈഡ് ബോണ്ടാണ്. എന്തിൽ കാണുന്നത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. എത്ര ടൈപ്പ് ഉണ്ട്? 5 പ്രൈമറി ക്ലാസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. ഏതൊക്കെയാണ്? IgG ഉണ്ട്, IgM, IgA, IgD ആൻഡ് IgE. ജസ്റ്റ് അതിൻ്റെ ഫങ്ഷനും കൂടെ ഒന്ന് പറയാമേ. ഏതൊക്കെ ടൈപ്പ്? IgA എന്ന് പറയുന്നത് സെക്രീറ്റഡ് ഇൻറ്റു മ്യൂക്കസ്, സലൈവ, ടിയേഴ്സ്, കൊളസ്ട്രം ആൻഡ് ടാക്സ് പാത്തോജൻസ് ഫോർ ഡിസ്ട്രക്ഷൻ. ഇനി IgD എന്ന് പറയുന്നത് ബീറ്റാ സെൽ റിസപ്റ്റർ ആണ്, സ്റ്റിമുലൈറ്റ്സ് റിലീസ് ഓഫ് IgM. IgE എന്താണ്? അതെന്തായിരിക്കും? നമ്മുടെ അലർജിക് റെസ്പോൺസിനുള്ളതായിരിക്കും എന്ത്? IgE. ബൈൻഡ്സ് ടു മാസ്റ്റ് സെൽ ആൻഡ് ബേസോഫിൽസ്, അലർജി ആൻഡ് ആൻറ്റി പാരസിറ്റിക് ആക്ടിവിറ്റി. ഇനി IgG എന്താണ്? ബൈൻഡ്സ് ടു ഫാഗോസൈറ്റ്. എന്താണ് ഫാഗോസൈറ്റ്? എൻഗൾഫിംഗ് ഓഫ് പാത്തോജൻസ് ആണ്. മെയിൻ ബ്ലഡ് ആൻറ്റിബോഡി ഫോർ സെക്കൻഡറി റെസ്പോൺസ് ക്രോസസ്
പ്ലാസൻ്റ. പ്ലാസൻ്റ കിടക്കുന്ന ഏതാണ്? IgG ആണ്. ഇനി IgM എന്താണ്? ഫിക്സസ് കോംപ്ലിമെൻറ്റ്, മെയിൻ ആൻറ്റിബോഡി ഓഫ് പ്രൈമറി റെസ്പോൺസ്, ബീറ്റ സെൽ റിസപ്റ്റർ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം മെമ്മറി. നമുക്ക് ആ ഫോഴ്സസ് ഒന്നും കൂടെ നോക്കാമേ. ടെറിഷറിയും ക്വാട്ടർണറിയും ഒക്കെ പ്രോട്ടീൻ സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയുണ്ട്? അയണിക് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ട്, ഡൈ സൾഫേറ്റ് ബോണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഹൈഡ്രോഫോബിക് എഫക്റ്റ്, നോൺ പോളാർ ഗ്രൂപ്പ്സ് ടു മിനിമൈസ് ദെയർ കോണ്ടാക്ട്സ് വിത്ത് വാട്ടർ. അവരെന്തായിരിക്കും? ഹൈഡ്രോഫോബിക് ആയിരിക്കും. നോൺ പോളാർ സൈഡ് ചെയിൻസ് ആർ ഇൻ interior of a protein. ഇനി ഹൈഡ്രജൻ ബോണ്ട്, ദേ ആർ വീക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് ബിറ്റ്വീൻ വൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ലൈക്ക് ഓക്സിജൻ ഓർ നൈട്രജൻ ആൻഡ് എ ഹൈഡ്രജൻ ബോണ്ട്. ഇനി വരുന്ന ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻറ്ററാക്ഷൻ, ദേ ആർ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്, ഓൾസോ നോൺ ആസ് അയൺ പെയറിംഗ്. ഇനി ലാസ്റ്റ് വൺ ഏതാണ്? ഡൈ സൾഫൈഡ് ബോണ്ടാണ്. ദേ ആർ കോവാലന്റ് ബോണ്ട്സ് വിച്ച് പ്രിവെൻറ്റ് പ്രോട്ടീൻ ഫ്രം ബീയിങ് ഡീനേച്ചേർഡ് ഇൻ ദി എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഏതൊക്കെ ഉണ്ട്? ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻറ്ററാക്ഷൻ വരുന്നുണ്ട്, ഡൈ സൾഫൈഡ് ബോണ്ടും വരുന്നുണ്ട്. ഇത് നാലുമാണ് എന്ത്? ടെറിഷറിയും ക്വാട്ടർണറി പ്രോട്ടീൻ സ്ട്രക്ചറിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. സെക്കൻഡറി സ്ട്രക്ചറിൽ മെയിൻലി വരുന്ന ഏതാണ്? അത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഓക്കെ, ടെറിഷറിയിലാണ് ക്വാട്ടർണറിയിലാണ് ബാക്കി ബോണ്ട്സൊക്കെ വരുന്നത്. ഹൈഡ്രജൻ ബോണ്ട് അവിടെയും കാണാറുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രോട്ടീൻ ഡീനേച്ചറേഷൻ. ഓക്കെ, അതെന്താണ്? ഡീനേച്ചറേഷൻ മീൻസ് എന്താണ്? പ്രോട്ടീൻ ഒരു നേച്ചറുണ്ട്, ആ നേച്ചർ നശിച്ചിട്ട് വേറൊരു നേച്ചർ വരുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസാണ് നശിച്ചു പോകുന്നത്. ഓക്കെ, ഇതിൽ മാറ്റം ഉണ്ടാവുന്നില്ല, കെമിക്കൽ കമ്പോസിഷൻ ഓഫ് പ്രോട്ടീനിൽ മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്താണ്? പ്രോട്ടീൻ്റെ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടിയിലാണ് എന്തുണ്ടാവുന്നത്? ചേഞ്ച് ഉണ്ടാവുന്നത്. എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് പ്രോട്ടീനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആർ ഹെൽഡ് ഇൻ ദെയർ 3D ഫോം ബൈ എ വെറൈറ്റി ഓഫ് ബോണ്ട്സ്. ഏതൊക്കെ ബോണ്ടുണ്ട്? ഹൈഡ്രജൻ ബോണ്ടുണ്ട്, അയണിക് ബോണ്ട് വരുന്നുണ്ട്, കോവാലൻ്റ് വരുന്നുണ്ട്. ഓക്കെ, ബിറ്റ്വീൻ ആർ ഗ്രൂപ്പ്സ്. വെൻ ദീസ് ബോണ്ട്സ് ആർ ഡിസ്പെർസ്ഡ് or disrupted, the shape of the protein changes, it falls apart. This usually means that it cannot accomplish its function. അപ്പോൾ എന്താണ്? When a protein is subjected to physical change like change in temperature or chemical change like change in pH, അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും? ലൂസ് ചെയ്യും. ഇതിനാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ എന്താണ് ഡെസ്ട്രോയ് ആയി പോകുന്നത്? സെക്കൻഡറിയും ടെറിഷറിയും ക്വാട്ടർണറി സ്ട്രക്ചറൊക്കെയാണ് എന്ത്? ഡെസ്ട്രോയ് ചെയ്ത് പോകുന്നത്. എന്തിൽ മാറ്റമില്ല? നമ്മുടെ പ്രൈമറി സ്ട്രക്ചർ മാറ്റമില്ല. പ്രൈമറി സ്ട്രക്ചർ റിമെയിൻ അൺഅഫക്റ്റഡ്. ഓക്കെ, എക്സാമ്പിൾ എന്തൊക്കെ പറയാം? കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് ഓൺ ബോയിലിംഗ്, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട്, എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് കൊണ്ട് ഡീനേച്ചറേഷൻ സംഭവിക്കാം എന്ന് നോക്കാം. എന്തൊക്കെ വരാം? ചേഞ്ച് ഇൻ pH വരാം, ചേഞ്ച് ഇൻ സോൾട്ട് കോൺസെൻട്രേഷൻ വരാം, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വരാം. ഹയർ ടെമ്പറേച്ചർ ക്യാൻ റെഡ്യൂസ് ദ സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്, പ്രസൻസ് ഓഫ് എ റെഡ്യൂസിങ് ഏജൻറ്റ് വരാം. പക്ഷെ എന്താണ്? ഇവരിൽ ആര് വന്നാലും നമ്മുടെ ആ ഒരു പ്രൈമറി സ്ട്രക്ചറിന് മാറ്റം ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല. ഈ ഏജൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? പെപ്റ്റൈഡ് ബോണ്ടിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പെപ്റ്റൈഡ് ബോണ്ട്സ് ആർ നോട്ട് ബ്രോക്കൺ. സോ ദി പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ റിമെയിൻ ഇൻടാക്ട് വെൻ ഇറ്റ് ഈസ് ഡീനേച്ചേർഡ്. ഓക്കെ, അപ്പോൾ ഒരു മാറ്റം ആർക്ക് സംഭവിക്കുന്നില്ല? പ്രൈമറി സ്ട്രക്ചറിന് സംഭവിക്കുന്നില്ല. വെൻ എ പ്രോട്ടീൻ ഈസ് ഡീനേച്ചേർഡ് ഇറ്റ് ലോസസ് ഇറ്റ് ഫങ്ഷൻ. എക്സാമ്പിൾ എന്തൊക്കെ പറയാം? കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് വെൻ ബോയിലിംഗ്, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ എക്സാമ്പിളാണ്. നമ്മൾ നോക്കിയാൽ മതി, ആ പടത്തിലോട്ട് നോക്കൂ. നോർമൽ പ്രോട്ടീനകത്ത് എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ വരാം? ഹീറ്റ്, ആസിഡ്സ്, സോൾട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കൽ അജിറ്റേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും അതുപോലെ കമൻസിലൂടെ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.